നടിയെ ആക്രമിച്ച കേസിൽ നടൻ ദിലീപിന്റേത് എന്ന് സംശയിക്കുന്ന ശബ്ദരേഖ പുറത്തായി. സുഹൃത്ത് ബൈജുവുമായുള്ള സംഭാഷണമാണ് പുറത്തായത്. അത് അവരെ നമ്മൾ രക്ഷിച്ച് കൊണ്ടുപോയിട്ട് ഞാൻ ശിക്ഷിക്കപ്പെട്ടു. 20 വർഷം വരെ മാത്രം ശിക്ഷിച്ചു എന്ന് പറയുന്നതിനോട് ഞാൻ മാനസികമായി യോജിക്കുന്നില്ല. 20 വർഷമല്ല, പരമാവധി ജീവപര്യന്തം വരെ ശിക്ഷ നൽകി കുറ്റകൃത്യം ചെയ്തിട്ടുള്ള ആൾക്കാരെ അതാരായാലും അതിന്റെ പിന്നിൽ ഗൂഢാലോചന ഉണ്ടെന്നുണ്ടെങ്കിൽ ആ ഗൂഢാലോചന നടത്തിയവരെയും തീർച്ചയായിട്ടും സമൂഹത്തിന്റെ മുന്നിൽ, നിയമത്തിന് മുന്നിൽ കൊണ്ടുവന്ന് ഏറ്റവും ലഭിക്കാൻ കഴിയുന്ന ശിക്ഷ നൽകണം. പക്ഷേ തെറ്റ് ചെയ്യാത്ത ഒരാളെ അതിന്റെ പേരിൽ ആക്രമിച്ചാൽ ഇല്ലാത്ത കാരണങ്ങൾ കണ്ടെത്തി ഞാൻ ഇന്ന് ഉച്ച മുതൽ 1007 പേജുകളുള്ള കോടതിയുടെ വിധിന്യായം വായിച്ചുകൊണ്ടേയിരിക്കുകയാണ്. അങ്ങനെ ഞാൻ വായിച്ച സമയത്ത് ഞാൻ കണ്ട ഒരു ഭാഗം മാത്രം ഞാൻ ഒന്ന് സൂചിപ്പിക്കാം. ദിലീപും പൾസർ സുനിയും തമ്മിൽ കണ്ടിരുന്നു എന്ന് ആദ്യമായി പോലീസ് കോടതിയിൽ കൊടുത്തിട്ടുള്ള ഒരു തെളിവെന്ന് പറയുന്നത് സൗണ്ട് തോമ എന്ന സിനിമയുടെ ലൊക്കേഷനിൽ വെച്ചിട്ട് ഒരു പ്രശ്നം സംഭവിക്കുകയും ആ പ്രശ്നം പരിഹരിക്കാൻ വേണ്ടിയിട്ട് ഗുണ്ടയായ സുനിയെ ലൊക്കേഷനിൽ ആൾക്കാർ വിളിച്ചു വരുത്തിയെന്നും നാട്ടുകാരുമായിട്ടുണ്ടായ പ്രശ്നം സുനി വന്ന് പരിഹരിച്ചെന്നും അങ്ങനെ തന്റെ സിനിമയിൽ ഉണ്ടായിട്ടുള്ള ഒരു പ്രശ്നം പരിഹരിച്ച സുനിയോട് ഭാവിയിൽ തനിക്ക് ചെയ്യാൻ വേണ്ട കാര്യങ്ങൾക്ക് വേണ്ടി ഡിസ്കഷൻ നടത്തി എന്നുള്ള കാര്യങ്ങളാണ് ആദ്യമായി കണ്ടു എന്ന് പറഞ്ഞുകൊണ്ട് ജഡ്ജ്മെന്റിൽ ഞാൻ വായിച്ച കാര്യമാണ് ഈ പറയുന്നത്. എന്റെ ന്യായമോ എന്റെ തോന്നലുമല്ല. അപ്പൊ അതിന് തെളിവായിട്ട് അന്നത്തെ അന്വേഷണ ഉദ്യോഗസ്ഥൻ ബൈജു പോലീസ് കൊടുത്തേക്കുന്നത് ഈ ലൊക്കേഷനിൽ വെച്ചിട്ട് പൾസർ സുനി ഇത് ചെയ്തു എന്ന് തെളിയിക്കാൻ വേണ്ടിയിട്ട് അദ്ദേഹം അന്നേ ദിവസം അവിടെ നിന്നൊരു റെസീപ്റ്റ് കൈപ്പറ്റിയിരുന്നു. ആ റെസീപ്റ്റ് അവിടെ കൊടുത്തിട്ടുണ്ട്. 57-ാം നമ്പർ വൗച്ചർ. ഇതിന്റെ കമന്റ് ബോക്സ് ഒന്ന് നോക്കാം. ഈ പ്രസംഗം കഴിഞ്ഞിട്ട് അവൻ്റെ ഫോൺ കുറച്ച് സമയം കഴിഞ്ഞ് എടുത്തു നോക്കിയാൽ ആദ്യം അവൻ വിളിച്ചിരിക്കുന്നത് ദിലീപിനെ ആയിരിക്കും. ദിലീപേട്ട, ഞാൻ തള്ളി വെച്ചിട്ടുണ്ട്. ഇതിന് നീ അനുഭവിക്കും ഒരു സ്ത്രീയല്ല, ഒരു അമ്മയുടെ ശാപമാണിത്. നിന്നെ പോലെ ഓരോ നായ്ക്കളും ചിലയ്ക്കുന്നത് ചെന്നായയ്ക്ക് വേണ്ടിയാണല്ലോ എന്ന് ആലോചിക്കുമ്പോൾ പുച്ഛം തോന്നുന്നു. നീയാണോ ടോർച്ചടിച്ചു കൊടുത്തത് തെറ്റ് ചെയ്യാത്തത് എന്ന് പറയാൻ? അഖിൽ മാരാർ, നിങ്ങൾ ഈ ചെയ്യുന്നത് ശരിയല്ല. കേരള പോലീസ് പൊട്ടന്മാരല്ല. കാലം അത് തെളിയിക്കും. നീ കോടതി ആവണ്ട. ഇന്ന് ഞാൻ വെറുതെ ഇൻസ്റ്റാഗ്രാം സ്ക്രോൾ ചെയ്ത സമയത്ത് നീലക്കുയിലിൽ വന്നിട്ടുള്ളൊരു വീഡിയോ ആണ്. ഇന്നെന്തോ ഒരു ഫംഗ്ഷനിൽ അഖിൽ മാരാർ സംസാരിക്കുന്ന ഒരു സംഭവം കേട്ടോ. ഇന്നിപ്പോൾ പല നിങ്ങളിപ്പോൾ ന്യൂസിൽ കണ്ടിട്ടുണ്ടായിരിക്കും, ഈ ബാലചന്ദ്രകുമാറിൻ്റെ ഒരു വൈഫ്, ബാലചന്ദ്രകുമാറിൻ്റെ വൈഫ് അവർ പറയുന്ന ഒരു സംഭവം ഉണ്ട്. അതായത് ഇയാൾ മൊഴി കൊടുക്കാൻ വേണ്ടി വൈകിട്ട്, കാരണം പ്രത്യേകിച്ച് ജഡ്ജ്മെൻറ്റിൽ ഇന്ന് കോടതി ബാലേന്ദ്രകുമാറിൻ്റെ മൊഴി അങ്ങനെ കാര്യമായിട്ട് എടുത്തില്ല എന്നൊരു സംഭവം പറഞ്ഞു കിട്ടും. അപ്പോൾ ആ പറഞ്ഞ സമയത്ത് ആളുടെ വൈഫ് വന്ന് പറയുന്നൊരു ഡയലോഗുണ്ട്, ഞാൻ ആണ് ബാലേന്ദ്രകുമാർ ഈ മൊഴി കൊടുക്കുന്നതിന് വൈകാനുള്ള കാരണം ഞാനാണെന്ന് പറഞ്ഞിട്ടുള്ളൊരു ഒരു ക്ലിപ്പുണ്ട്. ഞാൻ ആ ക്ലിപ്പ് ഇവിടെ പ്ലേ ചെയ്യാം. പ്ലേ ചെയ്യുന്നതിന് മുന്നേ ഇന്ന് മഞ്ജു വാര്യർ ഇട്ടിട്ടുള്ളൊരു പോസ്റ്റ് ഉണ്ട്, നിങ്ങളിപ്പോൾ സ്ക്രീനിൽ കാണുന്നത്. മഞ്ജു വാര്യർ ഈ ഒരു വിഷയത്തെക്കുറിച്ച്, കാരണം ഈ ഒരു ദിലീപ് ഈ ഒരു കോടതിയിൽ നിന്ന് കുറ്റവിമുക്തനായി പുറത്തിറങ്ങിയ സമയത്ത് ആദ്യം ടാർഗറ്റ് ചെയ്ത് സംസാരിച്ച, ഫസ്റ്റ് പിൻ പോയിന്റ് സംസാരിച്ചിട്ടുള്ള ആദ്യത്തെ വ്യക്തി മഞ്ജു വാര്യരാണ്. അതായത് മഞ്ജു വാര്യരുടെ ആ ഒരു സ്റ്റേറ്റ്മെന്റിൽ നിന്നാണ് ഈ എല്ലാ കാര്യങ്ങളും ഉണ്ടായിട്ടുള്ളത്. അപ്പോൾ നമ്മൾ സിനിമയിലൊക്കെ പറയുന്ന പോലെ ഞാൻ വായിച്ചു തുടങ്ങുന്നേ ഉള്ളൂ എന്നൊക്കെ പറഞ്ഞ ആ ഒരു സിറ്റുവേഷനിൽ ഒരു തുടക്കം പോലെ ദിലീപ് സ്റ്റാർട്ട് ചെയ്തത് മഞ്ജു വാര്യരിൽ നിന്നാണ്. അപ്പോൾ സ്വാഭാവികമായിട്ടും ഇന്നിപ്പോൾ ഈ ഒരു വിധിയുടെ പകർപ്പൊക്കെ വന്നതിന് ശേഷം നമ്മൾ ഏറ്റവും കൂടുതൽ നോക്കിയിരുന്നത് എന്തായിരിക്കും മഞ്ജു വാര്യരുടെയും പിന്നെ ഇരയാക്കപ്പെട്ട നടിയുടെയും പ്രതികരണം എന്നുള്ളത് കേട്ടോ. അപ്പോൾ അതിന് മഞ്ജു വാര്യരുടെ ആദ്യം ഇതിന് മുന്നേ ഞാനൊരു വീഡിയോ ചെയ്തിരുന്നു, അതിജീവിതയുടെ പ്രതികരണം വന്നിട്ടുള്ളത്. പിന്നെ രണ്ടാമത്തത് ഇത് എന്താ പറയുക, മഞ്ജു വാര്യരുടെ പ്രതികരണം. അപ്പോൾ അത് ഞാൻ വായിക്കാം. ഇപ്പം ഞാൻ ഒരു കാര്യം പറയാം, ഞാനിപ്പോൾ ഈ വീഡിയോ ചെയ്യുന്ന സമയത്തും ഏത് വീഡിയോ ചെയ്യുന്ന നമ്മളൊക്കെ ഒരുപാട് ഇന്ന പോലെയുള്ള ഫെല്ലോ കോണ്ടന്റ് ക്രിയേറ്റേഴ്സൊക്കെ വീഡിയോ ചെയ്യുന്ന സമയത്ത് ഏറ്റവും കൂടുതൽ നമ്മൾ സംസാരിക്കുന്നത് പേര് പറയാഞ്ഞിട്ടല്ലല്ലോ. നിങ്ങൾക്കും എനിക്കൊക്കെ അറിയാം ആരാണ് ആ പീഡിപ്പിക്കപ്പെട്ട നടി എന്നുള്ളത് വളരെ കൃത്യമായിട്ട് അറിയാം. നമ്മുടെ ഇന്ത്യൻ നീതിന്യായ വ്യവസ്ഥ, നമ്മുടെ നാട്ടിലെ നിയമപ്രകാരം ഇരയാക്കപ്പെട്ട സ്ത്രീയുടെ ഐഡൻറ്റിറ്റി വെളിപ്പെടുത്താൻ പാടില്ല, അല്ലേ? ഞാൻ മാക്സിമം ഞാൻ എവിടെയും ഇതായിട്ടില്ല, പറഞ്ഞിട്ടില്ല. നമുക്കിപ്പോൾ പറയാൻ അറിയാനിട്ടോ ഒരു ക്ലിപ്പ് വെച്ചിട്ട് വീഡിയോ ചെയ്യാൻ അറിയാനിട്ടോ അല്ല. ചെയ്തു കഴിഞ്ഞാൽ
പെടും എന്നുള്ള കാര്യം കൊണ്ടാണ്. പക്ഷെ ഞാനൊന്ന് ചിന്തിക്കുന്ന ഒരു കേസ് എന്താ പറയുക, ഞാൻ ഇന്നൊരു വ്യക്തിയുടെ വീഡിയോ കണ്ടു, ഞാനിവിടെ സൈഡിൽ കൊടുക്കാം. അയാൾ പറയുന്നത് എന്താണെന്നുള്ളത് ഞാൻ വെക്കുന്നില്ല, കാരണം പേരിങ്ങനെ നിരന്തരം പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്, അതിജീവിതയുടെ പേര് പറഞ്ഞുകൊണ്ടിരിക്കുക. ഞാനിപ്പോൾ ഇവിടെ ഈ ഒരു സീന് പോലും ഞാൻ ബ്ലർ ചെയ്തിട്ടേ കൊടുത്തിട്ടുള്ളൂ. ഇത് ഞാൻ ബ്ലർ ചെയ്താണ്, ഈ ചങ്ങാതി ബ്ലർ ചെയ്തിട്ടില്ല. അവൻ്റെ ഈ ചാനലിൽ വളരെ കൃത്യമായിട്ട് ഈ ഇവരുടെ ഫോട്ടോ, അവർ ചെയ്തിട്ടുള്ള ഇൻ്റർവ്യൂ, അവരുടെ പേര് എന്നൊക്കെ പറഞ്ഞിട്ട് ഇവൻ ഭയങ്കര വർത്തമാനങ്ങൾ പറയുന്നുണ്ട്. ഞാൻ ആലോചിക്കും, ഇതൊന്നും ആരും കാണാനില്ലേ എന്ന് ആലോചിക്കുക. നമ്മുടെ നാട്ടിൽ നിയമത്തെ പരസ്യമായിട്ട് വെല്ലുവിളിക്കുന്ന ഇതുപോലത്തെ ഇത് വിവരമില്ലായതുകൊണ്ടാണോ അതോ അതിബുദ്ധിയാണോ അതോ ഇനി വേറെ എന്തെങ്കിലും അജണ്ടതിൻ്റെ പുറകിലുണ്ടോ? അതായത് അതിജീവിതയെ അപമാനിക്കാൻ വേണ്ടിയിട്ടാണോ? ശരിയാണ്, അവരെന്നെ തുറന്നു പറഞ്ഞിട്ടുണ്ട് എൻ്റെ ഐഡൻറ്റിറ്റി നിങ്ങൾ പുറത്ത് പറയണം, കാരണം വെച്ചാൽ ഞാൻ പിന്നെ ഓപ്പൺ കോർട്ടിൽ ട്രയൽ വേണം എന്ന് വരെ പറഞ്ഞാണ് അവരിപ്പോൾ അതിനെ ഹൈഡ് ചെയ്തിരിക്കേണ്ട കാര്യമില്ല. ഞാൻ സർവൈവർ അല്ല, അല്ലേ, അവർ സർവൈവർ അല്ല, അവർ അതിജീവിതയാണ്, അല്ലേ, അതിജീവിതയാണ് എന്നാണ് അവർ സ്വയം പറഞ്ഞിട്ടുള്ളത്. ഒരു ഫൈറ്ററായിട്ടാണ് അവർ സ്വയം അവരെ പരിചയപ്പെടുത്തിയിട്ടുള്ളത്. പക്ഷേ ഇറ്റ് ഡസൻറ്റ് മീൻ ദാറ്റ് യു കനോട്ട് പിന്നെ അവരുടെ പേര് പറയാൻ, ഐഡൻറ്റിറ്റി വെളിപ്പെടുത്താൻ പാടില്ല എന്നാണ് എൻ്റെ ഒരു അറിവ് കേട്ടോ. ഇനി വല്ല നിയമം മാറിയെന്നുള്ള അറിയില്ല. അപ്പോൾ ഈ വീഡിയോ കാണുന്നവർ നിങ്ങളുടെ അഭിപ്രായം കമൻറ്റ് ചെയ്യും. ഇങ്ങനെ ചെയ്ത് അറിയില്ല, ഞാനത് ജസ്റ്റ് പറഞ്ഞു പോയി തന്നെ ഉള്ളൂ. എന്തായാലും നമുക്ക് വിഷയത്തിലേക്ക് വരാം. നിങ്ങളിപ്പോൾ സ്ക്രീനിൽ കാണുന്നതാണ് മഞ്ജു വാര്യരുടെ പോസ്റ്റ്. ബഹുമാനപ്പെട്ട കോടതിയുടെ ആദരവുണ്ട്, പക്ഷേ ഇക്കാര്യത്തിൽ നീതി പൂർണ്ണമായി നടപ്പായി എന്ന് പറയാനാവില്ല. കാരണം കുറ്റം ചെയ്തവർ മാത്രമേ ഇപ്പോൾ ശിക്ഷപ്പെട്ടിട്ടുള്ളൂ. അത് ആസൂത്രണം ചെയ്തവർ, അത് ആരായാലും അവർ പുറത്ത് പകൽ വെളിച്ചത്തിലുണ്ട് എന്നത് ഭയപ്പെടുത്തുന്ന ഒരു യാഥാർത്ഥ്യമാണ്. വളരെ വാലിഡ് ആയിട്ടുള്ളൊരു സംഭവമാണ് പറഞ്ഞിട്ടുള്ളത്. ഞാനിതിന് മുന്നേ വീഡിയോ ചെയ്ത സമയത്തും ഒരുപാട് ക്രിയേറ്റേഴ്സും സോഷ്യൽ മീഡിയയിലൊക്കെ ഒരുപാട് പേരൊന്ന് പറഞ്ഞ കേസ് എന്താ വെച്ചാൽ, ഒരു സുപ്രഭാതത്തിൽ ഒരു പൾസർ സുനി എന്ന് പറഞ്ഞിട്ടുള്ള ചങ്ങാതിക്ക് മാത്രം തോന്നിയിട്ടുള്ള സംഭവമായിട്ട് ഒരിക്കലും നമുക്കതിനെ കാണാൻ കഴിയില്ല. ആരായാലും ഇനിയിപ്പോൾ ഇവരുടെയൊക്കെ മറ്റുള്ളവരുടെയൊക്കെ ഭാഷയെ പറഞ്ഞിട്ടുള്ള ദിലീപ് അല്ല ഇത് ചെയ്തതെങ്കിൽ ആരാണ് ഇതിൻ്റെ പുറകിലുള്ളത്? അത് കണ്ടെത്തേണ്ടത് എനിക്ക് തോന്നുന്നു അതിജീവിതയുടെ മറ്റേത് നമ്മുടെയൊക്കെ ആവശ്യത്തിനേക്കാളും കൂടുതൽ അത് ആവശ്യം ഈ വെറുതെ വിട്ടുള്ള ദിലീപിൻ്റെയും കൂടി അല്ലേ? കാരണം അങ്ങനെ വല്ലോരും ചെയ്തൊരു കുറ്റം ഏറ്റിട്ട് ഇത്രയും ദിവസം ഒരു മനുഷ്യൻ ജയിലിൽ കിടന്നിട്ടുണ്ടെങ്കിൽ അല്ലേ, അപ്പോൾ അത് ആ വ്യക്തി അവിടെ പുറത്തുണ്ടെന്നുള്ളത് ചില്ലറ കാര്യമല്ല. കാരണം കുറ്റം ചെയ്തവർ മാത്രമേ ഇപ്പോൾ ശിക്ഷിക്കപ്പെട്ടിട്ടുള്ളൂ. ഇത് ആസൂത്രണം ചെയ്തവർ, അത് ആരായാലും അവൻ പുറത്ത് പകൽ വെളിച്ചത്തിലുണ്ട് എന്നത് ഭയപ്പെടുത്തുന്ന ഒരു യാഥാർത്ഥ്യമാണ്. അവർ കൂടി ശിക്ഷിക്കപ്പെട്ടാലേ അതിജീവിതയ്ക്കുള്ള നീതി പൂർണ്ണമാകുകയുള്ളൂ. പോലീസിലും നിയമ സംവിധാനത്തിലും ഞാൻ ഉൾപ്പെടെയുള്ള സമൂഹത്തിലുള്ള വിശ്വാസം ദൃഢമാക്കാൻ അതുകൂടി കണ്ടെത്തിയേ തീരൂ. ഇത് അവൾക്ക് വേണ്ടി മാത്രമല്ല, ഈ നാട്ടിലെ ഓരോ പെൺകുട്ടികൾക്കും, ഓരോ സ്ത്രീകൾക്കും, ഓരോ മനുഷ്യർക്കും കൂടി വേണ്ടിയാണ്. അവൾക്ക് തൊഴിലിടങ്ങളിലും അവർക്ക് തൊഴിലിടങ്ങളിലും തെരുവുകളിലും ജീവിതത്തിലും സധൈര്യം തലയുയർത്തിപ്പിടിച്ച് ഭയപ്പാടില്ലാതെ നടക്കാൻ കഴിയുന്ന സാഹചര്യം ഉണ്ടായേ തീരൂ. അന്നും ഇന്നും എന്നും അവൾക്കൊപ്പം എന്ന് പറഞ്ഞിട്ട് ഒരു പോസ്റ്റാണ് മഞ്ജു വാര്യർ ഷെയർ ചെയ്തിട്ടുള്ളത് കേട്ടോ. ഏകദേശം 5 മണിക്കൂർ മുന്നെയാണ്. ഇനി ഇത് റിലേറ്റഡ് ആയിട്ട് ഞാൻ നേരത്തെ പറഞ്ഞ പ്രകാരം ഇന്നിപ്പോൾ ഏറ്റവും കൂടുതൽ റെലവൻസ് വരുന്നത് ബാലേന്ദ്രകുമാർ എന്ന് പറഞ്ഞിട്ടുള്ള വ്യക്തിയാണ്. പുള്ളി എന്ന ഒരു സ്റ്റേറ്റ്മെൻറ്റ് കൊടുക്കാൻ വൈകിപ്പോയി എന്നുള്ള കാര്യം കൊണ്ട് വിധിന്യായത്തിൽ വരെ അത് പരാമർശിച്ചിട്ടുണ്ട്. ഞാൻ ആ ഒരു ക്ലിപ്പ് പ്ലേ ചെയ്യാം. അതിന് മുന്നേ എനിക്ക് 1-2 കാര്യങ്ങൾ ഇവിടെ കാണിക്കാനുണ്ട്. ഇതുമായിട്ട് ബന്ധം ഉണ്ടോ എന്നുള്ളത് നിങ്ങളുടെ അഭിപ്രായം കമൻറ്റ് ചെയ്യൂ. പണ്ട് നടന്നിട്ടുള്ളൊരു കേസാണ്. നിങ്ങളിപ്പോൾ താഴെ സ്ക്രീനിൽ കാണുന്നുണ്ടോ? ജീൻ പോൾ ലാലിനെതിരെ നടിയുടെ പരാതി ശരിയെന്ന് പോലീസ്. ഏകദേശം 8 വർഷം മുന്നുള്ളൊരു ന്യൂസാണ് ഇത്. ഈ ഒരു വിഷയം നടന്നിട്ടുള്ളത് ഹണി ബി 2 എന്ന് പറഞ്ഞിട്ടുള്ള സെറ്റിൽ വെച്ചിട്ടാണ് കേട്ടോ. അത് ആര് പരാതി കൊടുത്തു, ആര് കൊടുത്തു എന്നുള്ളത് ഞാൻ പറയുന്നില്ല. അതും അതിജീവിത എന്നുള്ള കണ്ടീഷനിലാണ്. അവരുടെ പേരും കാര്യങ്ങളും വെളിപ്പെടുത്താൻ പറ്റില്ല. ഞാൻ അന്നത്തെ ന്യൂസ് ക്ലിപ്പ് മാത്രം ജസ്റ്റ് ഒന്ന് പ്ലേ ചെയ്യാം, നിങ്ങളൊന്ന് ഓർമ്മിപ്പിക്കാൻ വേണ്ടിയിട്ട്. ഇതൊക്കെ തമ്മിൽ എന്തെങ്കിലും കോറിലേഷനും കണക്ഷനും ഉണ്ടോ എന്നുള്ളത് നിങ്ങളുടെ അഭിപ്രായം കമന്റ് ചെയ്യും കേട്ടോ. ജീൻ പോൾ ലാലിനെതിരെ യുവനടി നൽകിയ പരാതി ശരിയെന്ന് പോലീസിന്റെ പ്രാഥമിക നിഗമനം. നടിയുടെ അനുമതി ഇല്ലാതെ ബോഡി ഡ്യൂപ്പിനെ ഉപയോഗിച്ചതായി കണ്ടെത്തി. സിനിമയുടെ CD പരിശോധിച്ചതിലാണ് ഇക്കാര്യം വ്യക്തമായത്. ഇക്കാര്യം സ്ഥിരീകരിക്കാൻ ഹണി ബി 2 സിനിമയുടെ സെൻസർ പകർപ്പ് വാങ്ങി പരിശോധിക്കും. സിനിമയുടെ സെറ്റിൽ ചില പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നതായി മേക്കപ്പ് മാനും മൊഴി നൽകിയിട്ടുണ്ട്. വിശദാംശങ്ങൾ അനിൽ മാനുവൽ നൽകും. അനിൽ, ജീൻ പോൾ ലാലിനെതിരെ യുവനടി നൽകിയ പരാതി ശരിയാണെന്ന് എങ്ങനെയാണ് പോലീസ് സ്ഥിരീകരിക്കുന്നത്?
പ്രധാനമായും 3 കാര്യങ്ങളാണ് പരാതിയിൽ യുവനടി ഉന്നയിച്ചിരുന്നത്. അതായത് അശ്ലീല ചുവയുള്ള സംസാരം ഉണ്ടായി, പ്രതിഫലം നൽകാതെ വഞ്ചിച്ചു, കൂടാതെ മറ്റൊരു പ്രധാനപ്പെട്ട ആരോപണമാണ് ഇപ്പോൾ പറഞ്ഞതുപോലെ തന്റെ അനുമതിയില്ലാതെ തന്റെ ബോഡി ഡ്യൂപ്പിനെ ഉപയോഗിച്ച് കൃത്രിമം നടത്തി എന്നിങ്ങനെ 3 കാര്യങ്ങൾ പരാതിയിൽ പറഞ്ഞിരുന്നത്. ഇതിൽ ഏറ്റവും പ്രധാനമായി പോലീസ് ആദ്യം പരിശോധിച്ചത് ഇത് തന്നെയാണ്. അനുമതിയില്ലാതെ മറ്റൊരു സ്ത്രീയെ ഉപയോഗിച്ച് ചിത്രീകരണം നടത്തി. അതായത് നടി സെറ്റിൽ നിന്ന് മടങ്ങിയ ശേഷം, സിനിമയിൽ അഭിനയിക്കാൻ ഇല്ല എന്ന് പറഞ്ഞ് നടി മടങ്ങിയ ശേഷം അവരുടെ ഭാഗങ്ങൾ എന്ന മട്ടിൽ മറ്റൊരു സ്ത്രീയെ ഉപയോഗിച്ച് ചിത്രീകരണം നടത്തി. ഇത് പോലീസ് പ്രാഥമികമായാണ് ഇപ്പോൾ പരിശോധിച്ച് ഉറപ്പുവരുത്തിയിരിക്കുന്നത്. അതായത് സിനിമയുടെ CD എടുത്ത് പോലീസ് കണ്ട് അതിൽ നടി പറഞ്ഞതുപോലെയുള്ള ചിത്രീകരണം ഉണ്ടായിട്ടുണ്ട് എന്ന് കണ്ടെത്തുകയായിരുന്നു. പക്ഷേ ഇത് തെളിവിന് വേണ്ടി ഇനി സെൻസർ ബോർഡിൽ നിന്ന് അത് ഒറിജിനൽ സെൻസറിംഗിനായി നൽകിയ പകർപ്പ് വാങ്ങി പരിശോധിക്കണം. അതാണ് കോടതി തെളിവായി സ്വീകരിക്കുക. അതുകൊണ്ട് അത്തരം ഒരു സ്ഥിരീകരണത്തിലേക്ക് പോലീസിന് ഇനി പോകേണ്ടതുണ്ട്. ഏതായാലും പരാതിയിൽ പറഞ്ഞ ഇക്കാര്യം പ്രാഥമികമായി സ്ഥിരീകരിക്കാൻ കഴിഞ്ഞ സാഹചര്യത്തിൽ പ്രതിസ്ഥാനത്ത് കാണിച്ചിരിക്കുന്ന ജീൻ പോൾലാൽ അടക്കമുള്ളവരെ അടുത്ത ഇത് കുറച്ച് പഴയ ഒരു ക്ലിപ്പാണ് കേട്ടോ. ഇതിൻ്റെ റെലവൻസ് എന്താണെന്നുള്ളത് നിങ്ങൾക്ക് ഏകദേശം ഈ ഒരു വിഷയം ഫോളോ ചെയ്യുന്നവർക്ക് മനസ്സിലായിട്ടുണ്ടാവും. ഇന്ന് ബാലേന്ദ്രകുമാറിൻ്റെ വൈഫ് പറഞ്ഞിട്ടുള്ളൊരു സ്റ്റേറ്റ്മെൻറ്റ് കേട്ടോ. അതായത് അവർ എന്തുകൊണ്ട് ഒരു നിമിഷം അവർ കാരണമാണ് ഈ ബാലേന്ദ്രകുമാർ ഈ മൊഴി കൊടുക്കാൻ വൈകിപ്പോയതെന്ന്. തീർച്ചയായും ഈ കേസ് കഴിഞ്ഞ 3-ാം ദിവസം 3ാമത്തെ ട്രയൽ കഴിഞ്ഞിട്ട് നടിയെ ആക്രമിച്ച കേസിൽ അതിജീവിതയ്ക്ക് നീതി ലഭിക്കില്ലെന്ന് സംവിധായകൻ ബാലചന്ദ്രകുമാർ ഉണ്ടായിരുന്നതിനാൽ എന്തൊക്കെ സംഭവിക്കുമെന്ന് അറിയാമായിരുന്നു. ആദ്യം തുറന്നു പറയുന്നതിൽ നിന്ന് ഭർത്താവിനെ പിന്തിരിപ്പിച്ചത് താനായിരുന്നുവെന്നും ഷീബ പറഞ്ഞു. ആ പ്രതികരണത്തിലേക്ക് ആദ്യം. ബാലു ട്രയൽ കഴിഞ്ഞ 3-ാം ദിവസം 3ാമത്തെ ട്രയൽ കഴിഞ്ഞിട്ട് പുറത്തിറങ്ങിയപ്പോൾ എന്നെ ഫോണിൽ വിളിച്ചിട്ട് പറഞ്ഞു അവർക്ക് ഈ കോടതിയിൽ നിന്ന് നീതി ലഭിക്കില്ല എന്ന് പറഞ്ഞു. അത് തന്നെയാണ് ഇപ്പോൾ സംഭവിച്ചിരിക്കുന്നത്. വ്യക്തമായിട്ട് പുള്ളിക്ക് അറിയായിരുന്നു ഈ കോടതിയിൽ നിന്ന് ഒന്നും കിട്ടില്ല എന്നുള്ളത്. പ്രതിനിധി പറയുന്ന അദ്ദേഹത്തോടൊപ്പം 7 വർഷം കൂടെ ഉണ്ടായിരുന്നത് കൊണ്ട് എന്തൊക്കെയാണ് സംഭവിക്കാൻ പോകുന്നതെന്ന് ബാലുവിന് അറിയായിരുന്നു. ഈ കേസിന്റെ സമയത്ത് എല്ലാവരും പറഞ്ഞിരുന്നത് പോലെ തന്നെ അദ്ദേഹം പോയി ഇപ്പോൾ വിചാരിക്കണു വിധിയുടെ സമയത്ത് അദ്ദേഹം ഇല്ലായിരുന്നത് നല്ലതായി എന്ന് തോന്നുന്നു. കാരണം അദ്ദേഹത്തിന് ജീവൻ നഷ്ടമാവുമെന്ന് അറിഞ്ഞിട്ട് തന്നെയാണ് ഈ കേസുമായിട്ട് മുമ്പോട്ട് വന്നത്. എല്ലാവരും ജീവൻ നഷ്ടമാവും എന്ന് അറിഞ്ഞിട്ട് തന്നെ അതായത് ഇതിലൂടെ ജീവൻ നഷ്ടമാവുന്നതാണോ? അല്ലെങ്കിൽ എനിക്ക് മനസ്സിലാവുന്നില്ല. അതായത് ഈ ഒരു വിഷയം പുള്ളിയുടെ മരണം പോലും പല ആൾക്കാരും ദുരൂഹമാണെന്നൊക്കെ പറഞ്ഞിട്ട് ഒരുപാട് കമൻസ് ഞാൻ കണ്ടു കേട്ടോ. ഞാനതൊന്നും പറയുന്നില്ല. പക്ഷേ കമൻസ് ഇങ്ങനെ ഒരുപാട് പേര് എഴുതി കണ്ടു. പുള്ളിയുടെ മരണം പോലും ദുരൂഹമാണ്, അന്വേഷണം വേണം. പക്ഷെ ആൾ ലിവർ സിറോസിസ് ആയിട്ട് കിടക്കുകയാണെന്നാണ് നമുക്ക് കിട്ടിയ ഇൻഫർമേഷൻ കേട്ടോ. എന്തുകൊണ്ട് ഇത്ര നാളെന്ന് താമസിച്ചതിന് കാരണം ഞാനാണ് അദ്ദേഹത്തെ പിന്തിരിപ്പിച്ചത്. ഞാൻ അദ്ദേഹത്തെ കാല് പിടിച്ച് കരഞ്ഞ് വൈകിപ്പിച്ചതാണ്. ഇപ്പൊ തോന്നണു അതൊന്നും പാടില്ലായിരുന്നു എന്ന് ഇപ്പൊ തോന്നുന്നു. ഇന്നലെ ആയിരുന്നു അദ്ദേഹം പോയിട്ട് 1 വർഷം. നേരത്തെ വന്നിരുന്നുവെങ്കിൽ ചിലപ്പോൾ പല വർഷങ്ങൾ കഴിഞ്ഞു പോകുമായിരുന്നു. അത്രേ പറയുള്ളൂ. ഇനി നമുക്ക് അന്ന് ഇപ്പോൾ നിങ്ങൾ ഓൾറെഡി കണ്ട കേസാണ്. പക്ഷെ എന്നാലും ഇയാള് മറ്റേ ബാലേന്ദ്രമേനോൻ്റെ ഒരു പഴയ ബൈറ്റ് ഉണ്ട്. ഞാനത് പ്ലേ ചെയ്യാം. അതിന് മുന്നേ അഖിൽ മാരാർ വീണ്ടും ഇന്നിപ്പോൾ ഞാൻ നേരത്തെ ഒരു വീഡിയോയിൽ പറഞ്ഞിരുന്നു ഇവരുടെ 2 പേരുടെയും പ്രതികരണം, ഈ ഇരയാക്കപ്പെട്ട നടിയുടെയും അതിജീവിതയുടെ പ്രതികരണം കൂടി വന്ന സമയത്ത് ഇയാൾക്ക് നല്ല പണിയാട്ടോ പാവം. എവിടെയൊക്കെ നടന്ന് ഇങ്ങനെ പറയണല്ലേ മാരാർ? എവിടെ പോയി? മേൽക്കോടതിയിൽ പോകാം. ഇതിനകത്ത് അതിജീവിതയ്ക്ക് അങ്ങനെ ഒരു സംശയം ഉണ്ടെന്നുണ്ടെങ്കിൽ മേൽക്കോടതിയിൽ പോകാം. മറ്റ് ഏജൻസികളെ കൊണ്ട് അന്വേഷിക്കാം. എനിക്ക് തോന്നുന്നത് CBI കൊണ്ട് അന്വേഷിപ്പിക്കാൻ വേണ്ടിയിട്ടൊക്കെ തുടക്കം തൊട്ടേ പറഞ്ഞുകൊണ്ടിരിക്കുന്ന കാര്യങ്ങളാണ്. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ നമ്മുടെ കേരള പോലീസ് എന്ന് പറയുന്നത് ഫാബ്രിക്കേറ്റഡ് ആയിട്ട് ഇപ്പം എന്റെ ആരോപണമല്ല അവർ പറയുന്നത്. ഇവൻ പലപ്പോഴും കളിയൊക്കെ ഉണ്ട് കേട്ടോ. ഇവനും എന്തൊരു മനുഷ്യനെന്ന് ആലോചിച്ച് നോക്കുകയാണ് അല്ലേ? ദിലീപിനെ രക്ഷിക്കാൻ വേണ്ടിയിട്ടാണ് ചെയ്തതെന്നുണ്ടെങ്കിൽ ഈ സർക്കാരും ഈ പോലീസും ഈ പ്രോസിക്യൂഷനും ചേർന്നിട്ട് ദിലീപിനെ രക്ഷിച്ചു എന്നതായിരിക്കണം സത്യം. അങ്ങനെയാണെങ്കിൽ എനിക്ക് ഇവൻ്റെ ഈ സംസാരത്തിലേ, ഞാൻ ഇന്നലെ കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ട്, എനിക്ക് ഇവൻ്റെ സംസാരത്തിൽ എന്താണെന്നറിയോ, ഇവൻ ഈ സംസാരിക്കുമ്പോൾ നമ്മളിപ്പോൾ ഈ ഇങ്ങനത്തെ ഒരു സെൻസിറ്റീവായിട്ട് വിഷയം ഹാൻഡിൽ ചെയ്യുന്ന സമയത്ത് ഇവൻ സപ്പോർട്ട് ചെയ്യുന്ന ദിലീപിനാണ്. സപ്പോർട്ട് ചെയ്തോളൂ. ചിലപ്പോൾ ഒരു പക്ഷേ ഇവൻ്റെ കയ്യിൽ അത്രയും പ്രൂഫ് ഉണ്ടായിരിക്കാം ദിലീപിൻ്റെ ഭാഗത്ത് ഒരു തെറ്റില്ല എന്നുള്ളത്. സപ്പോർട്ട് ചെയ്തോട്ടെ. പക്ഷേ ഇത് സംസാരിക്കുന്ന സമയത്ത് സ്വാഭാവികമായിട്ടും തോന്നില്ലേ അല്ലേ,
ആ ഒരു സ്ത്രീ അനുഭവിച്ചിട്ടുള്ള കാര്യങ്ങളൊക്കെ അല്ലേ ഈ വിധി വരുന്ന സമയത്ത് മനസ്സിൻ്റെ ഉള്ളിൽ ഉണ്ടാവില്ലേ? ഇത് നടന്നിട്ടുള്ള സംഭവമാണല്ലോ. അപ്പോൾ അത് തോന്നില്ലേ? പിന്നെ പോലെ ഇങ്ങനെ പബ്ലിക്കായിട്ട് വന്ന് സംസാരിക്കുന്ന ആൾക്കാരൊക്കെ ഞാൻ ഇതിന് മുന്നേ ഇതേ സംഭവം പറഞ്ഞിട്ടുണ്ട് കേട്ടോ. അവർ പറയുന്നതാണ് ശരിയൊക്കെ. അപ്പോൾ അവർക്ക് നീതി കിട്ടണമെങ്കിൽ 100% നമുക്ക് നിയമത്തെ ആശ്രയിക്കാൻ പറ്റും. അല്ലാതെ ഇപ്പം സോഷ്യൽ മീഡിയയിൽ കുറേ ആൾക്കാർ കമന്റ് ചെയ്യുന്നത് കൊണ്ടോ കുറച്ച് ആൾക്കാർ എവിടെയെങ്കിലും നിന്ന് ബഹളം വെച്ചത് കൊണ്ടോ ഒന്നും ലോകത്ത് ഒരാളും ശിക്ഷിക്കപ്പെട്ട ചരിത്രമില്ല. അഖിലേട്ട എന്നാൽ സംതൃപ്തനാണ്. ഇതിന്റെ തുടക്കകാലം മുതൽ കൂടെ നിന്നിരുന്ന ആളെന്നാൽ കൂടെ നിന്നതല്ല, തുടക്കകാലം മുതൽ ദിലീപിനെ കൊടുക്കാൻ വേണ്ടിയിട്ട് ഇത് മറ്റുള്ള ചിലർ പ്ലാൻ ചെയ്തതാണ് എന്നുള്ള സംശയം എനിക്കുണ്ടായിരുന്നു. ഏറെക്കുറെ കോടതി വിധി വന്നു. ഉച്ചതൊട്ട് ഞാൻ കോടതിയുടെ ഈ ജഡ്ജ്മെന്റ് വായിച്ചുകൊണ്ടിരിക്കുകയാണ്. പറ്റുമെങ്കിൽ 2-3 ദിവസം കൊണ്ട് വായിച്ചു തീരാം. അതിന്റെ മലയാളം പരിഭാഷ ആരെങ്കിലത്തൊക്കെ പറഞ്ഞ് വായിച്ചെടുക്കാൻ പറ്റുമെങ്കിൽ സാധാരണക്കാർക്ക് അത് കുറച്ചുകൂടെ മനസ്സിലാവും. അല്ല, അതിന്റെ ഫുള്ള് വായിക്കേണ്ട കാര്യമില്ലല്ലോ നമ്മൾക്ക്. അതായത് ഇതിങ്ങനെ ഓരോ ഘട്ടം ഫോണിലാണെങ്കിൽ കാണിച്ചു തരാം. പിന്നെ സ്റ്റാർട്ടിങ് മുതൽ ട്രയൽസ് മുതൽ പ്രതിഭാഗത്തെ ബാധിച്ച നമ്മൾ ഫുള്ള് വായിക്കേണ്ട കാര്യമില്ലല്ലോ അല്ലേ? നമുക്ക് പ്രസക്തമായിട്ടുള്ള ഭാഗങ്ങൾ മാത്രം വായിച്ചാൽ മതിയല്ലോ. ഭാഗം ഞാൻ ഏതാണ്ട് 260 പേജൊക്കെയാണ്, 260 ഭാഗമാണ്. അപ്പോൾ അതിലൊക്കെയാണ് അതായത് ഈ അന്വേഷണ ഉദ്യോഗസ്ഥൻ സമർപ്പിച്ച കാര്യങ്ങൾ, അവിടെ തെളിവായിട്ട് വന്ന കാര്യങ്ങൾ, തെളിവുകളുടെ അപര്യാപ്തത. ഇപ്പോൾ മെമ്മറി കാർഡിന്റെ ഹാഷ് വാല്യൂ മാറി എന്ന് പറയുമ്പോൾ മെമ്മറി കാർഡിന്റെ ഹാഷ് വാല്യൂ അല്ല, മെമ്മറി കാർഡിന്റെ ഹാഷ് വാല്യൂ മാറിയിട്ടുള്ളൂ. ദിലീപ് ആരാണ് നമ്മൾ വേണുവിനെ ഉൾപ്പെടെ ആക്ഷേപിക്കുക? 2017 ഒരു ചാനലിന്റെ ചർച്ചയ്ക്ക് ഞാൻ ആ ചാനലും പറയുന്നില്ല, തൽക്കാലം ആ മാധ്യമപ്രവർത്തകരുടെ പേര് ഞാൻ പറയുന്നില്ല. എൻ്റെ കാതിൽ ഞാൻ കേട്ടുകൊണ്ട് നിൽക്കുന്ന കാര്യങ്ങളുണ്ട്. ഞാൻ ഫ്ലോറിന്റെ ഒരു ഭാഗത്ത് നിൽക്കുന്ന സമയത്ത് അപ്പുറത്തിരുന്നുകൊണ്ട് സംസാരിക്കുന്നത് രണ്ടുപേർ തമ്മിലുള്ള സംഭാഷണമാണ്. ദിലീപ് ആരാണ് നമ്മൾ വേണുവിനെ ഉൾപ്പെടെ ആക്ഷേപിക്കുക? ഏതെന്ന് മാധ്യമപ്രവർത്തകൻ വേണുണ്ടല്ലോ ചാനൽ, വേണുനാഥമൊക്കെ ചാനൽ മതി എന്നുള്ള രീതിയിൽ ദിലീപിനെ സംസാരിച്ചു. വേണു എന്ന് പറയുന്ന മാധ്യമപ്രവർത്തകനെ അധിക്ഷേപിച്ചു എന്നുള്ളത്, മാധ്യമ പ്രവർത്തകരെ അധിക്ഷേപിച്ചു എന്നുള്ളത് ഒരു ഈഗോ ഇവർക്ക് ഹട്ടായിരുന്നു. അതുകൊണ്ട് ഞങ്ങളെ എന്തെങ്കിലും പറഞ്ഞാൽ ഞങ്ങൾ കാണിച്ചു കൊടുക്കും നമ്മൾ ആരാണെന്ന്. മലയാള സിനിമയിൽ ഇങ്ങനെ ആൾക്കാർ വെച്ച് കൃത്യമായിട്ട് കാര്യങ്ങൾ നമ്മളോട് പറയുന്നുണ്ട്. ഇവനെ മനസ്സിലാക്കണം നമ്മൾ എന്താണെന്ന്. ഇത് ഞാൻ എൻ്റെ ചെവിയിലുണ്ടായിരുന്ന ഓക്കെ. ഇനി നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ പിന്നെ ബാലേന്ദ്രകുമാറിൻ്റെ പഴയ കേട്ടോ, ഇത് പഴയ ഓഡിയോ ആണ്. അപ്പോൾ പ്ലീസ്, പഴയൊരു പോർഷനാണ്. ദയവായി നിങ്ങൾക്ക് കാണാൻ താല്പര്യമില്ലാത്തവർക്ക് സ്കിപ്പ് ചെയ്ത് വിടാം, ചിലപ്പോൾ ലെങ്തി ആവാൻ ചാൻസ് ഉണ്ട്. പക്ഷേ ഈ ഒരു വിഷയം നടക്കുന്ന സമയത്ത് ഞാനിങ്ങനെ എൻ്റെ ഒരു ശീലം തട്ടെ, നമ്മൾ പഴയ കാര്യങ്ങളൊക്കെ എടുത്ത് ഇങ്ങനെ നോക്കും. അപ്പോൾ നമ്മുടെ മനസ്സിലേക്ക് ഇങ്ങനെ ഇവരൊക്കെ ഇത്രയധികം ആൾക്കാർ ന്യായീകരിക്കുന്ന സമയത്ത് മറുഭാഗം അത് പറയാനുള്ളൊരു വ്യക്തി, ഇന്നിപ്പോൾ ഈ ആൾ ജീവിച്ചിരിക്കുകയാണെന്നുണ്ടെന്നുണ്ടെങ്കിൽ, ഈ ബാലേന്ദ്രകുമാർ ജീവിച്ചിരിപ്പുണ്ടെന്നുണ്ടെങ്കിൽ ഡെഫിനറ്റ്ലി ആൾ വന്ന് സംസാരിക്കുമായിരുന്നു. പിന്നെ VT തോമസ്, പുള്ളി, ഇവരെയും കാണാമായിരുന്നു ചാനൽ ചർച്ചയിൽ അല്ലേ? ചാനൽ ചർച്ച പല കാര്യങ്ങളും അവർക്കും വെളിപ്പെടുത്താനുണ്ടാവും. പക്ഷെ ഇന്നൊന്നും അവരൊന്നും ഇല്ല. അപ്പം ഞാൻ ഈ പഴയ ക്ലിപ്പാണ്, താല്പര്യമുള്ളവർക്ക് മാത്രം കാണാം, അല്ലാത്തവർക്ക് ജസ്റ്റ് സ്കിപ്പ് ചെയ്ത് വിടാം കേട്ടോ. 2-ാം തീയതി അനൂപ്, അതായത് ദിലീപ് വിളിക്കുന്നു, നിങ്ങൾ അത്യാവശ്യമായിട്ട് ചേട്ടനെ കാണണമെന്ന് പറഞ്ഞു. അപ്പോൾ അതിനുശേഷം കാവ്യ എന്നെ വിളിച്ചിട്ട് പറഞ്ഞു ബാലു കാണാൻ പോകണം. എന്നെ കാവ്യയായിട്ട് സംസാരിക്കുന്ന ആളാണ് ഞാൻ. കാവ്യ എന്നെ വിളിച്ചിരുന്നു, കാണാൻ പോകണം, കാണാൻ പോകാതിരിക്കരുത് എന്ന് പറഞ്ഞ്. അനൂപാണ് യഥാർത്ഥത്തിൽ കൂടുതൽ വിളിച്ച് സംസാരിക്കുന്നത്. അദ്ദേഹത്തിൻ്റെ അളിയൻ വിളിച്ചു, സുരാജ് വിളിച്ചിട്ട് എന്നോട് പറഞ്ഞു ഇങ്ങനെ നാളെ വരണം, ചേട്ടനൊന്ന് കാണണം എന്ന് പറഞ്ഞു. ഞാൻ ചോദിച്ചു കാര്യം എന്താണ് എന്ന് പറഞ്ഞു. കാര്യം പറഞ്ഞില്ല അവർ. അപ്പം ഞാൻ ഓർമ്മപ്പെടുത്തിയ ഒരു കാര്യമുണ്ട്, ഈ ആരെയും ജയിലിൽ കാണാൻ അനുവദിക്കുന്നില്ലായിരുന്നു. പോകുന്നവരെയൊക്കെ പോലീസ് ചോദ്യം ചെയ്യുന്നൊരു സമയമായിരുന്നു. അപ്പോൾ ഗണേഷ് കുമാർ MLA എന്തോ കയറി കണ്ടിട്ട് പുറത്തു വന്നൊരു ബൈറ്റ്സ് കൊടുത്തു. അതിൻ്റെ പേരിൽ ഭയങ്കര പ്രശ്നമായി. പിന്നെ സന്ദർശക വിലക്കായിരുന്നു ആ സമയത്ത്, പത്രത്തിൽ വാർത്ത വന്നത്. അപ്പോൾ ഞാനിത് ഓർമ്മിപ്പിച്ചു. അപ്പോൾ പറഞ്ഞു ഒരു കുഴപ്പമില്ല, നിങ്ങൾ വന്നോളൂ, അത് കുഴപ്പമില്ല, അത് കാണാം, ചേട്ടനെ കാണാമെന്ന് പറഞ്ഞു. ഞാൻ പിറ്റേന്ന് രാവിലെ പോയി. അപ്പോൾ എന്നോടൊപ്പം ചെന്നൈയിലെ ഒരു ഡയറക്ടർ മുനുസ്വാമി എന്ന് പറഞ്ഞിട്ട് സുഹൃത്തുകൂടെ ഉണ്ടായിരുന്നു. ഞങ്ങൾ ഒരുമിച്ചാണ് പോയത്. പുള്ളിയെ പുറത്ത് നിർത്തിയിട്ട് ഞാനൊരു അപേക്ഷ എഴുതി കൊടുത്ത അവിടെ തന്നെ എന്നെ വിളിച്ചുകൊണ്ട് അകത്ത് പോയി. ജയിൽ സൂപ്രണ്ടിൻ്റെ മുറിയാണെന്ന് തോന്നുന്നു. ഞാനത് ബോർഡൊന്നും ഇപ്പോഴും നോക്കിയിരുന്നില്ല. എന്തായാലും പുള്ളിക്ക് അവിടെ നല്ല ട്രീറ്റ്മെൻ്റ് ആയിരുന്നു കിട്ടിയിരുന്നത്. എനിക്ക് കുടിക്കാൻ വെള്ളം കൊണ്ടുവന്ന അത് തന്നെ ഒരു കുറ്റവാളിയാണ് എനിക്ക് കൊണ്ടുവന്നത്. അയാളുടെ പേര് ഞാൻ പരാതിയിൽ പറയുന്നുണ്ട്, അത് പറയുന്നുണ്ട്. അയാളുടെ പേര് കൂടെ പറഞ്ഞു, ഞാനത് പറഞ്ഞിട്ടില്ല അങ്ങനെ. അപ്പോൾ ഞങ്ങൾ തമ്മിൽ കാര്യങ്ങളൊക്കെ ഇങ്ങനെ സംസാരിക്കാൻ, പുള്ളിയുടെ വിഷയം ഞാൻ സംസാരിക്കുന്നു. എൻ്റെ വിഷമങ്ങളെക്കുറിച്ചാണ് പുള്ളി പറയുന്നത് കംപ്ലീറ്റ്. പുള്ളി കിടക്കുന്നത് ജയിലിലാണ്. തിരുവനന്തപുരത്ത് നിന്ന് വിളിച്ചു വരുത്തിയിട്ട് നീ പ്രയാസപ്പെടരുത്, വീട്ടിൽ അത് അങ്ങനെ നോക്കി ഇങ്ങനെ നോക്കണം, സാമ്പത്തികമായിട്ട് പ്രശ്നമാണെന്ന് എനിക്ക് നന്നായിട്ട് അറിയാം. അനൂപ് പുറത്തുണ്ട്, അനൂപ് കുറച്ച് കാശ് തരും. ആ കാശിൻ്റെ എമൗണ്ടൊക്കെ ഞാൻ പരാതിയിൽ പറയുന്നുണ്ട്. അനൂപ് കുറച്ച് കാശ് തരും, അത് വാങ്ങിക്കൊള്ളും, ഒരു സ്ഥലത്തേക്ക് പോകണ്ട, 6 മാസത്തിനകത്ത് നമ്മുടെ സിനിമ റിലീസ് ചെയ്യണം എന്നൊക്കെ പറഞ്ഞ് എന്നെ സമാധാനപ്പെടുത്തുകയാണ്. അപ്പോൾ നോക്കുമ്പോൾ ഞാൻ തിരിച്ചിങ്ങനെ നോക്കുകയാണ്. അപ്പം ഇത്രയും വലിയൊരാൾ, അയാൾ എന്നെ സമാധാനപ്പെടുത്തുന്ന, അയാളുടെ വേദനകൾ മറന്ന്. പക്ഷെ അതിൻ്റെ പിന്നിൽ ഏറ്റവും അവസാനത്തെ ഒരു സംഭവം ഉണ്ടായിരുന്നു. പുള്ളി എന്നോട് പറയുന്നുണ്ട്, ഈ
പൾസർ സുനിയെ വീട്ടിൽ വെച്ച് കണ്ട കാര്യം ആരും പറയരുത് കേട്ടോ എന്ന് എൻ്റെ അടുത്ത് പ്രത്യേകിച്ച് ഓർമ്മപ്പെടുത്തുന്നു. ഇതിനു വേണ്ടിയാണ് വിളിച്ചു വരുത്തുന്നത്. സ്വാഭാവികമായിട്ടൊരു ഇയാളുടെ വാക്കുകളൊന്നും കോടതി ഇയാളുടെ മൊഴികളിലൊക്കെ പൊരുത്തക്കേടുണ്ടെന്നുള്ള ജഡ്ജ്മെൻറ്റിലുണ്ട് എന്നാണ് പറയപ്പെടുന്നത് കേട്ടോ. ഞാൻ ജഡ്ജ്മെൻറ്റ് ഞാൻ വായിച്ചിട്ടില്ല, പക്ഷേ ഓൾറെഡി അതിന് ചെറിയ ചെറിയ പോർഷൻസ് ഒക്കെ പുറത്ത് വന്നിട്ടുണ്ട്. മനുഷ്യൻ എന്നുള്ളത് എനിക്ക് മനസ്സിലായി. അത് തൽക്കാലം പറയാം, അത് ജാമ്യത്തിനെ ബാധിക്കും എന്ന് പറഞ്ഞിട്ടാണ് പുറത്തിറങ്ങിയ സമയത്ത് തൊട്ടടുത്ത പോലീസ് സ്റ്റേഷനാണ്, തൊട്ടടുത്ത കോമ്പൗണ്ട് പോലീസ് സ്റ്റേഷൻ. പോലീസുകാരൊക്കെ ഇങ്ങനെ നോക്കിക്കൊണ്ടിരിക്കുകയാണ്. കാരണം ദിലീപേട്ടൻ ആരെങ്കിലും കാണാമെന്ന് പുറത്തിറങ്ങി അവിടെ നിന്ന് വിളിച്ചാലും പറഞ്ഞു കൊടുക്കും. അതെന്നോട് നേരത്തെ പറഞ്ഞു, ഇറങ്ങുമ്പോൾ അങ്ങോട്ട് നോക്കരുത് എന്നൊക്കെ പറഞ്ഞ് ഈ അനൂപ് എനിക്ക് ക്ലാസ്സും തന്നിരുന്നു. അങ്ങനെ ഞാൻ പുറത്തേക്ക് പോയി ഈ പറഞ്ഞതുപോലെ എനിക്ക് കുറച്ച് കാശ് അവിടെ തന്നിട്ട് എൻ്റെ ശമ്പളത്തിൽ, എനിക്ക് ശമ്പളം ഇടയ്ക്കിടയ്ക്ക് തരുന്ന ഒരു പതിവുണ്ടായിരുന്നു, അത് അവരുടെ നിർമ്മാണമല്ലേ. അപ്പോൾ അതിന് ശമ്പളം തന്നിട്ട് എന്നോട് പറഞ്ഞു വൗച്ചർ പിന്നെ ഓഫീസിൽ കൊടുത്തിരുന്നാൽ മതി എന്ന് പറഞ്ഞു. തിരിച്ചന്നേ ദിവസം സമയം ഞാൻ ഓർമ്മിക്കുന്നില്ല, കാവ്യ എന്നോട് വിളിച്ച് പറഞ്ഞു, ഞാൻ ആഹാരം കഴിക്കാതിരുന്നു കേട്ടോ, ബാലു വരില്ല എന്ന് വിചാരിച്ചു. കാരണം ദിലീപേട്ട എന്നോട് പറയണം, മറ്റത് പറയരുത്, തിരുവനന്തപുരത്ത് കിടക്കില്ലേ, ഞാനിവിടെ ആരോടെങ്കിലും എന്തെങ്കിലും പറഞ്ഞു കളഞ്ഞാലോ എന്നുള്ള ഭയം കൊണ്ടാണ്. ബാലു ചേട്ടനെ വന്ന് ദിലീപേട്ടനെ വന്ന് കണ്ടിട്ട് പോകുന്നത് വരെ ഞാൻ ആഹാരം പോലും കഴിച്ചില്ല കേട്ടോ എന്ന് പറഞ്ഞാൽ എനിക്കവിടെ എൻ്റെ പ്രതിഫലത്തിൻ്റെ ആ രൂപത്തിൽ എനിക്കവിടെ പൈസ തന്നു. എൻ്റെ പ്രതിഫലമാണ്, ഞാനതിന് വോച്ചറും കൊടുത്തിട്ടുണ്ട്, അദ്ദേഹത്തിൻ്റെ രേഖയുണ്ട്, എൻ്റെ രേഖയുണ്ട്. അപ്പം അങ്ങനെ ഞാൻ അന്നത്തെ ദിവസം കഴിഞ്ഞു. തിരിച്ചു വന്നിട്ട് ദിലീപേട്ടന് സ്വാഭാവികമായിട്ടും ഒക്ടോബർ മാസം 3-ാം തീയതി ജാമ്യം കിട്ടും. ജാമ്യം കിട്ടിയപ്പോൾ അദ്ദേഹത്തിൻ്റെ സഹോദരിയുടെ ഭർത്താവ് സുരാജ് കോടതിയിൽ നിന്നുകൊണ്ട് എനിക്ക് നന്ദി പറഞ്ഞുകൊണ്ടൊരു മെസ്സേജ് ഇട്ടു. കാരണം ഞാനൊന്നും ഇത് പറഞ്ഞില്ല. അന്ന് പൾസർ സുനിയുമായിട്ട് ഇദ്ദേഹത്തിന് ബന്ധമുണ്ടെന്ന് ഒരുപക്ഷെ ഞാൻ വെളിപ്പെടുത്തിയിരുന്നുവെങ്കിൽ ഒരുപക്ഷെ അദ്ദേഹത്തിന് ജാമ്യം കിട്ടാതിരുന്നിരിക്കാം. ആ നന്ദി പറഞ്ഞുകൊണ്ട് പുള്ളി 1:47 ആ സമയം കൂടെ ഞാൻ മറക്കുന്നില്ല, പുള്ളി എനിക്കൊരു മെസ്സേജ് ഇട്ടു, താങ്ക്സ് പറഞ്ഞുകൊണ്ട് എനിക്ക് മെസ്സേജ് ഇട്ടു. എന്തായാലും 2-3 ദിവസം ഞാനൊരു ഇടയ്ക്ക് പറയാൻ പറഞ്ഞ ഒരു കാര്യം കൂടെ ഉണ്ട്. ഈ നോർത്ത് പറവൂർ സി ക്രിസ്പിൻ സാം സാർ എന്നെ വിളിക്കുന്നു, ജൂലൈ മാസം 4-ാം തീയതി 5-ാം തീയതിയാണ് വിളിക്കുന്നതെന്ന് തോന്നുന്നു. വിളിച്ച സമയത്ത് അദ്ദേഹം പൾസർ സുനിയെ അറിയാമോ എന്ന് ചോദിച്ചിരുന്നെങ്കിൽ ഞാൻ പറഞ്ഞേനെ, നിങ്ങൾ എപ്പോഴെങ്കിലും പൾസർ സുനിയെ ദിലീപിനുമായിട്ട് വീട്ടിൽ വെച്ച് കണ്ടിട്ടുണ്ടോ? കാരണം എൻ്റെ ചാറ്റും ഞാനും ദിലീപേട്ടും തമ്മിലുള്ള ചാറ്റ് ഒരുപാട് കണ്ടതുകൊണ്ടാണല്ലോ എന്നെ വിളിച്ചത്. അപ്പോൾ സ്വാഭാവികമായിട്ട് ആ ചോദ്യം അദ്ദേഹം ചോദിച്ചിരുന്നുവെങ്കിൽ ഞാൻ അറിയാമെന്ന് പറയുമായിരുന്നു. അതേപോലെ ഒരു ചോദ്യം കൂടെ ചോദിച്ചിരുന്നെങ്കിൽ ദിലീപിന് എത്ര നമ്പറുകളുണ്ടെന്ന് ചോദിച്ചാൽ ഞാനൊരു 8-10 നമ്പർ എൻ്റെ ഫോണിൽ നിന്ന് എടുത്ത് കാണിച്ചു കൊടുക്കുമായിരുന്നു. കാരണം എനിക്ക് കള്ളം പറയേണ്ട ഒരു കാര്യമില്ല. ഈ 2 ചോദ്യം അവർ ചോദിച്ചില്ല. ചോദിച്ചെങ്കിൽ ഞാൻ ഇത്രയും ദിവസം കാലതാമസം വരില്ലായിരുന്നു ഈ വിഷയത്തിന്. അപ്പോൾ ചോദിച്ചില്ല, ഞാൻ പറഞ്ഞില്ല. അപ്പോൾ ഇത് കഴിഞ്ഞു, ജാമ്യത്തിൽ ഇറങ്ങി കഴിഞ്ഞ് ഞാൻ പുള്ളിയെ കാണാൻ വേണ്ടി ഞാൻ പോയില്ല. പുള്ളിയെ 2 ദിവസം കഴിഞ്ഞതിന് ശേഷം 3-ാം തീയതി ഇറങ്ങുന്നു, 6-ാം തീയതി അനൂപ് എനിക്കൊരു മെസ്സേജ് ചെയ്യുന്നു. കാരണം ദിലീപേട്ടൻ്റെ ഫോണില്ല. ചേട്ടന് ബാലുഭായി നിങ്ങൾ എവിടെയാണ്? ദിലീപേട്ടന് നിങ്ങളെ കാണണം, അത്യാവശ്യമായിട്ട് വാ. കാരണം ഒട്ടും ബന്ധമില്ല, തിരുവനന്തപുരത്ത് കിടക്കുന്ന ആളാണ്, അയാളുടെ സിനിമയുടെ സംവിധായകനാണ്. അപ്പം അങ്ങനെയുള്ള ഒരാളിനെ 3-ാം ദിവസം പുള്ളി വിളിച്ചു വരുത്തുകയാണ്. ബാലുഭായി നിങ്ങൾ വാ എന്ന് പറഞ്ഞിട്ട് 2 ദിവസം ഞങ്ങളൊരു അമ്പല യാത്രകളുണ്ട്, അതുകൊണ്ട് നിങ്ങൾ അത് കഴിഞ്ഞ ഉടനെ വീട്ടിൽ വരണമെന്ന് പറഞ്ഞ് 9-ാം തീയതി ഞാൻ പുള്ളിയെ കാണാൻ പോകുന്നു. ആ മാസം ജാമ്യം കിട്ടിയ മാസം തന്നെ 9-ാം തീയതി ഞാൻ പുള്ളിയെ കാണാൻ പോകുന്നു. കാണാൻ പോയി ഭയങ്കരപ്പെട്ട സ്വീകരണമായിരുന്നു. നന്ദി, കാരണം ഞാനൊന്നും ഇതുവരെ പറഞ്ഞില്ല എന്നുള്ള ആ ഒരു നന്ദി സൂചകമായിട്ടുള്ള കാര്യങ്ങൾ ഇപ്പോഴും ഞാൻ ഈ പറയുന്ന സ്റ്റേറ്റ്മെൻറ്റ് അവരൊരിക്കലും ഡിനേ ചെയ്യില്ല. എനിക്ക് കാവ്യയാണ് ആഹാരം വിളമ്പി തന്നത്. അപ്പോൾ പലരും ചോദിക്കുന്നുണ്ട് ഒരു സംവിധായകൻ ഇത്രയും സ്വാതന്ത്ര്യം, അത് കാവ്യയോട് ചോദിക്കണം. കാവ്യയും പ്രിയ എന്ന് പറഞ്ഞാൽ അനൂപിൻ്റെ ഭാര്യയും കൂടെയാണ് എനിക്ക് ആഹാരം വിളമ്പി തരുന്നത്. കാരണം അത് ഊട്ടുമ്പോൾ എനിക്ക് തന്നെ അറിയാം ഞാൻ ഈ വിഷയങ്ങളൊന്നും പുറത്തു പറയാത്തതിൻ്റെ ആ സന്തോഷമാണ് അവർ പ്രകടിപ്പിക്കുന്നതെന്നൊക്കെ എനിക്ക് അപ്പോഴും നന്നായിട്ട് അറിയാം. അത് കഴിഞ്ഞ് ഇറങ്ങുന്ന സമയത്ത് പുള്ളി ഒരു 20,000 രൂപ പോക്കറ്റിൽ വണ്ടിക്കൂലിയായിട്ട് എനിക്ക് വെച്ച് തരുന്നു. ഞാനതൊക്കെ വാങ്ങിച്ചിട്ടാണ് തിരുവനന്തപുരത്തേക്ക് വരുന്നത്. അപ്പോൾ വീണ്ടും നമ്മൾ തമ്മിലുള്ള ചർച്ചകൾ ഫോണിൽ, കാരണം ദിലീപേട്ടൻ ഭയങ്കര ടെൻഷനിലാണല്ലോ, ജാമ്യത്തിൽ ഇറങ്ങിയിട്ട് ഒരുപാട് ദിവസമൊന്നുമല്ല. ഫോണിൽ കൂടെ നമ്മൾ എനിക്ക് സച്ചിയുമായിട്ട് ഞാൻ തെറ്റിയിരുന്നല്ലോ, സച്ചിയുമായിട്ട് സ്ക്രിപ്റ്റിൽ നമ്മൾ തെറ്റി. അപ്പോൾ ഉടനെ ദിലീപേട്ടൻ പറയുന്നു നമുക്ക് വീണ്ടും വേറെ എന്തെങ്കിലും പ്ലാൻ ചെയ്യാം, ബാലു ഒരു ടെൻഷൻ അടിക്കേണ്ട, നമുക്ക് നല്ലൊരു റൈറ്ററെ വയ്ക്കാം, അപ്പം റൈറ്റർമാർക്ക് കുറവാണ് ഇവിടെ മലയാളത്തിൽ. അപ്പോൾ നമ്മൾ ചിന്തിച്ചിട്ട് ആരെയും കിട്ടുന്നില്ല. വീണ്ടും നമ്മൾ വൈവി രാജേഷ് നേരത്തെ ഒരിക്കൽ എഴുതിയിട്ട് അത് കറക്റ്റായില്ല എന്ന് പറഞ്ഞ് പോയതാണ്. വീണ്ടും വൈവിയെ വെച്ചിട്ട് നമ്മൾ ചർച്ചകളും കാര്യങ്ങളും പുരോഗമിക്കുന്നു. ഇതിനിടയിൽ ദിലീപേട്ടന് കമ്മാര സംഭവത്തിൻ്റെ ഷൂട്ട് വീണ്ടും 2ാമത് തുടങ്ങിയാണ്, നിർത്തിവെച്ച ഷൂട്ട്. അത് 2017 ഒക്ടോബർ 3-ാം തീയതി ജാമ്യം കിട്ടുന്നു. നവംബർ മാസം 16-ാം തീയതി ഷൂട്ട് ചെന്നൈയിൽ പ്ലാൻ ചെയ്തിരിക്കുന്നു. അപ്പോൾ എന്നോട് പറഞ്ഞു ബാലു ഒരു കാര്യം ചെയ്യും, 12-ാം തീയതി വിളിച്ചിട്ട് 13-ാം തീയതി 13-ാം തീയതി എന്നെ വിളിക്കുന്നു. ഈ പറഞ്ഞ നവംബർ മാസം 13-ാം തീയതി വിളിച്ചിട്ട് പറഞ്ഞു ബാലു ഒരു കാര്യം ചെയ്യും, നാളെ രാവിലെ വന്നുള്ളൂ, നമുക്കൊരു 2 ദിവസം നമുക്ക് ചർച്ച നടത്തിയിട്ട്. അപ്പോൾ കാരണം പുള്ളിയുടെ സ്വന്തം പ്രൊഡക്ഷൻ അല്ലേ, അപ്പോൾ ജോലികൾ നടക്കണമല്ലോ.
ചർച്ച നടത്തിയിട്ട് ഞാൻ 16-ാം തീയതി രാവിലെ ഞാൻ പിന്നെ ചെന്നൈക്ക് പോവുകയാണ് ബാക്കി ഷൂട്ടുകളായിട്ട് ബന്ധപ്പെട്ട കാര്യത്തിന്. അപ്പോൾ അതുകൊണ്ട് ബാലു 2 ദിവസം ചർച്ചയ്ക്കായിട്ട് വരുമെന്ന് ഞാൻ വിളിച്ചവിടെ പോകില്ല, കാരണം പുള്ളിയല്ലേ പ്രൊഡ്യൂസർ, പുള്ളിയാണ് നായകൻ. അങ്ങനെ ഞാൻ ചർച്ചകൾക്കായിട്ട് പോയി. 14-ാം തീയതി ഞാൻ അവിടെ എത്തി. അപ്പുറത്ത് ആലുവ പാലസിലാണ് ഞാൻ താമസിക്കുന്നത്, തൊട്ടടുത്ത കോമ്പൗണ്ടാണ് ആലുവ പാലസ്. അപ്പോൾ ചർച്ചകളൊന്നും അധികമായി ചർച്ചകൾ നടന്നില്ല, കാരണം വീട്ടിലെ ബഹളങ്ങളും കാര്യങ്ങളൊക്കെ ഇടയ്ക്ക് കിട്ടുന്ന സമയങ്ങളിൽ ചർച്ചയൊക്കെ നടത്തും. അന്നത്തെ ദിവസം അങ്ങനെ കഴിഞ്ഞു. അവിടെ നിന്ന് തന്നെ ഞാൻ ആഹാരം കഴിച്ചിട്ട് ഇപ്പുറത്തുനിന്ന് കിടന്നു. പിറ്റേന്ന് 15-ാം തീയതി രാവിലെ ഞാൻ അവിടെ പോകുന്നു. അന്നേ ദിവസം മറക്കാത്തത് ദിവസത്തിനൊരു പ്രത്യേകതയുണ്ട്. തോമസ് ചാണ്ടി രാജിവെച്ച ദിവസമാണ്. തോമസ് ചാണ്ടി സാർ രാജിവെച്ച ദിവസമാണ്. അപ്പം അന്ന് അതിൻ്റെ വാർത്തകളും ഒക്കെ ടി വിയിൽ കണ്ടുകൊണ്ടൊക്കെ നമ്മളിരിക്കുകയാണ്. പക്ഷെ അന്നത്തെ ദിവസം ദിലീപ് ഏട്ടൻ വളരെ ഈ പറഞ്ഞതുപോലെ ഭയങ്കര ടെൻസ്ഡായിട്ട് കാണപ്പെട്ടു. ഡിസ്റ്റർബ്ഡ് ആയിരുന്നു പുള്ളി. ഭയങ്കര പ്രശ്നമാണ്, ഭയങ്കര അങ്ങോട്ട് നടക്കുന്നു, തലങ്ങും വിലങ്ങും നടക്കുന്നു, ഇരിക്കുന്നില്ല. അപ്പോൾ എന്നോട് ബാലുവിടെ ഇരുന്നുള്ളൂ, കുഴപ്പമില്ല. ഞാൻ അതിനിടയ്ക്ക് ആരെയൊക്കെ ഫോൺ ചെയ്യുന്നുണ്ട്, ദേഷ്യപ്പെടുന്നുണ്ട്. അപ്പോൾ ഞാനൊരു ഡിസ്റ്റൻസിൽ കിളികളെയൊക്കെ നോക്കിക്കൊണ്ട് അവിടെ ഫ്രണ്ടിലൊക്കെ നിൽക്കുകയാണ്. അപ്പം വീണ്ടും എൻ്റെ അടുത്ത് വരും, നമുക്ക് എവിടെ നിന്ന് പിടിക്കാം എന്നൊക്കെ പറഞ്ഞിട്ട്, എവിടെ നിന്ന് പിടിക്കാന്ന് പറഞ്ഞ സബ്ജക്റ്റിനെ കുറിച്ചാണ്, നമുക്ക് അങ്ങനെ ചെയ്യാം ഇങ്ങനെ ചെയ്യാം എന്ന് പറഞ്ഞിട്ട് വീണ്ടും അകത്തേക്ക് പോകും, തിരിച്ചു വരും. ഇതിനിടയ്ക്ക് ഫോൺ ചെയ്ത് ആരോടോ ഷൗട്ട് ചെയ്യുന്നത്, എനിക്ക് തോന്നുന്നു അനൂപിനോടാണ് ഷൗട്ട് ചെയ്യുന്നത്, അനിയനോടാണ്, അളിയനോട് ഷൗട്ട് ചെയ്യുന്നു. എന്തോ ഒരു വിഷയം നടന്നിട്ടുണ്ട് അവിടെ അവർ തമ്മിൽ. അങ്ങനെ ഇരിക്കുന്നതിനിടയിൽ ബൈജു എന്ന് പറഞ്ഞിട്ട് സുഹൃത്തോട് വരുന്നു. ഒരിക്കലും മറക്കാത്ത രീതിയിൽ ഞാൻ പറയുന്ന കാര്യങ്ങളാണിത്. ബൈജുവിനെ എനിക്ക് നന്നായിട്ട് അറിയാം, അതിനു മുമ്പ് ഞാൻ കണ്ടിട്ടുണ്ട്. ആലുവ MLA അൻവർ സാദത്തിൻ്റെ സുഹൃത്താണെന്ന് അവർ തമ്മിൽ സംസാരിച്ച് കേട്ടിട്ടുണ്ട്. അവർ തമ്മിൽ ഒരുമിച്ച് ഞാൻ കണ്ടിട്ടില്ല. ദിലീപ്, അൻവർ സാദത്ത്, ബൈജു എന്ന് പറയുന്നത് അവർ തമ്മിലൊരു ത്രയം എന്ന് പറയുന്നത് ഭയങ്കര സുഹൃത്തുക്കളാണെന്ന് അവർ പറഞ്ഞു കേട്ടിട്ടുണ്ട്. മാത്രമല്ല അവിടെ വന്ന് ഈ പറഞ്ഞ ആലുവ MLAയുടെ കാര്യം ഒരുപാട് സംസാരിക്കുകയും ചെയ്യുന്നുണ്ട്. അൻവറിനെ കണ്ടിരുന്നോ, വിളിച്ചിരുന്നോ എന്നൊക്കെ പറഞ്ഞ് ദിലീപേട്ടൻ ചോദിക്കുന്നുണ്ട്. അപ്പോൾ അങ്ങനെ ബൈജു അവിടെ വന്നു. ബൈജു വന്നപ്പോൾ തന്നെ ബൈജു സംസാരിക്കുന്നു. എനിക്ക് സംശയം തോന്നി തുടങ്ങിയ ഈ സ്ഥലത്ത് നിന്നാണ്. മറ്റത് കിട്ടിയോ, ക്ലിപ്സ് കിട്ടിയോ എന്ന് പറഞ്ഞു. അപ്പോൾ ഇല്ല എന്ന് ദിലീപേട്ടൻ എന്തോ ഇല്ല എന്ന് പറഞ്ഞു. അതുകൊണ്ട് ഇത് കോപ്പി ചെയ്തെന്ന് പറയണം കേട്ടോ. അതുകൊണ്ട് അപ്പോൾ ആരും ഒരാൾ അത് കളക്ട് ചെയ്യാൻ പോയിട്ടുണ്ട്, കോപ്പി ചെയ്തെന്ന് പറയണം എന്നുള്ളതിൽ പറഞ്ഞു. നമുക്ക് സ്വാഭാവികമായിട്ടൊരു സ്പാർക്ക് വരുമല്ലോ. അപ്പോൾ എന്തെങ്കിലുമൊക്കെ ആയിരിക്കും. അപ്പോൾ ക്ലിപ്പ് എന്നുള്ള വാക്കൊക്കെ എന്ന് പറഞ്ഞാൽ ആ സമയത്ത് കൂടുതൽ കേൾക്കുന്ന കാലഘട്ടം വരുന്നത്. ഇവർ ദിലീപേട്ടൻ പുള്ളിയെ വിളിച്ചുകൊണ്ട് അകത്ത് പോയി. അപ്പോൾ എന്നെ വിളിച്ചു. ഞാൻ മദ്യപിക്കില്ല എന്ന് പുള്ളിക്ക് നന്നായിട്ട് അറിയാം. പുള്ളി മദ്യപിക്കില്ല എന്ന് പറയുന്നെങ്കിലും പുള്ളി മദ്യപിക്കുന്നത് എനിക്ക് നന്നായിട്ട് അറിയാം. അത് ഞാനിത് പറയുമ്പോൾ പുള്ളി കേട്ടാലും പുള്ളിക്കറിയാം, ബാലുവിനത് അറിയാം. ഇവരകത്ത് പോയി ബിയർ എന്തോ കഴിച്ചിട്ട് തിരിച്ചു വന്നു. ദിലീപേട്ടൻ ഭയങ്കര ടെൻഷനാണ്. എന്നിട്ട് അവിടെ ഗസ്റ്റ് റൂമുണ്ട്, അവിടെ ഇങ്ങനെ എന്നിട്ട് ബാലു വരും, നമുക്ക് AC കുറച്ച് നേരം ഇരിക്കാമെന്നൊക്കെ പറഞ്ഞ് ഞാൻ പുറത്തേക്കാണ് എപ്പോഴും ഇങ്ങനെ കറങ്ങിക്കൊണ്ട് നടക്കുകയാണ്. ഇങ്ങനെ ഒന്നും നടക്കുന്നില്ല. 15-ാം തീയതി നാളെ രാവിലെ ദിലീപേട്ടൻ പോകും. അങ്ങനെ അകത്ത് വന്നിരുന്നിട്ട് പുള്ളി കുറേ നേരം സൈലൻ്റ് ആയിരുന്നു. അപ്പോൾ ഈ സംസാരിക്കുന്നത് കംപ്ലീറ്റ് ക്ലിപ്പുകളെ കുറിച്ച്. ഞാൻ സത്യം പറഞ്ഞാൽ എൻ്റെ കയ്യിൽ ഒരു ടാബിലുണ്ട്, സാംസങ്ങിൻ്റെ. ഞാനിങ്ങനെ പതുക്കെ റെക്കോർഡർ താഴ്ത്തിയും വെച്ചു. അപ്പോൾ കുറേ നേരം സൈലൻ്റ് ആയിട്ടിരുന്നിട്ട് പുള്ളിയുടെ സുഹൃത്തിനോട് പറയാണ്, ആ ഓഡിയോ ക്ലിപ്പ് ഞാൻ നിങ്ങൾക്ക് തരാം. പുള്ളി പറയാണ്, ബൈജു ഭായ്, സത്യത്തിൽ ഈ ശിക്ഷ ഞാൻ അനുഭവിക്കേണ്ടല്ല, ഇതൊരു പെണ്ണ് അനുഭവിക്കേണ്ടതാണ്. അവരെ നമ്മൾ രക്ഷിച്ച് കൊണ്ടുപോയിട്ട് അവസാനം ഞാൻ ശിക്ഷിക്കപ്പെട്ടു എന്ന് ഭയങ്കര ടെൻഷനാണ്. അപ്പോൾ പുള്ളി സമാധാനപ്പെടുത്തുകയാണ്. ഈ ഒരു ക്ലിപ്പാണ് ഞാൻ ഫസ്റ്റ് കാണിച്ചിട്ടുള്ളത്. ഇത് തന്നെയാണെന്ന് തോന്നുന്നത് ഫസ്റ്റ് ഞാൻ പ്ലേ ചെയ്തിട്ടുള്ള ഈ വീഡിയോ സ്റ്റാർട്ടിങ്ങിൽ പ്ലേ ചെയ്ത ക്ലിപ്പുണ്ട്. ദിലീപിൻ്റെ ശബ്ദം എന്നുള്ള രീതിയിലാണ് ആ ഒരു ചാനലന്ന് ന്യൂസ് റിപ്പോർട്ട് ചെയ്തിട്ടുള്ളത്, മനോരമയിൽ വന്നിട്ടുള്ള കേട്ടോ. ദിലീപിൻ്റെ ശബ്ദം എന്നുള്ള രീതിയിലാണ്, അതിനാണെന്നുള്ളത് ആ ചാനലും സ്ഥിരീകരിക്കുന്നില്ല. ദിലീപിൻ്റെ പോലത്തെ ഒരു ശബ്ദം പുറത്തു വന്നു എന്ന് പറഞ്ഞിട്ട്. അപ്പോൾ സ്വാഭാവികമായിട്ട് നമ്മൾ ചിന്തിക്കില്ലേ, അദ്ദേഹം ചലഞ്ച് ചെയ്യട്ടെ, ഞാൻ ചലഞ്ച് ചെയ്യുന്നു, അദ്ദേഹം പറയട്ടെ ഇത് ഏത് പടത്തിൽ പറഞ്ഞ ഡയലോഗ്. ബൈജുബായിട്ട് പറയാണ്, ഇത് മറ്റൊരു പെണ്ണ് അനുഭവിക്കേണ്ടതാണ്, അവരെ നമ്മൾ രക്ഷിച്ചു. അതിൻ്റെ അടിയിൽ ഞാൻ ഒരുപാട് കമൻസ് ഉണ്ട്. അതേമാതിരി അത് സിനിമയിൽ അഭിനയിക്കുന്ന സിനിമയുടെ ഡയലോഗ് പറയുകയാണ്, അതൊരു സിനിമയിൽ നിന്ന് എടുത്തതാണെന്നൊക്കെ പല ആൾക്കാരും അതിൻ്റെ അടി രീതിയിൽ ദിലീപിനെ ന്യായീകരിച്ചുകൊണ്ട് ഫാൻസ് തോന്നുന്നുണ്ട് കമൻറ്റ് ചെയ്യുന്നത് കണ്ടു. പോയിട്ട് ഞാൻ ശിക്ഷിക്കപ്പെട്ടു എന്ന് പറയുമ്പോൾ സ്വാഭാവികമായിട്ട് ചിന്തിക്കുക അയാൾ കുറ്റം ചെയ്തിട്ടില്ലെന്നാണ് പുള്ളി പറയുന്നത്. മറ്റൊരു അവരെ നമ്മൾ പെണ്ണെന്ന് പറഞ്ഞിട്ട് അവരെ നമ്മൾ എന്ന് പറഞ്ഞാൽ ഒന്നിൽ കൂടുതൽ പെണ്ണോ അല്ലെങ്കിൽ ബഹുമാനോ പുരസ്സരം പറയുന്നൊരു വാക്കോ ആണ്. അവർ രക്ഷിച്ച് കൊണ്ടുപോയിട്ട് അവസാനം ഞാൻ ശിക്ഷിക്കപ്പെട്ടു എന്ന് പുള്ളി പറയുന്നു. അപ്പോൾ ഞാൻ ആഡിയോ യഥാർത്ഥത്തിലെടുത്തു. ആ ആഡിയോ എനിക്ക് കിട്ടി. വീണ്ടും കുറച്ച് നേരം ഇങ്ങനെ സൈലൻ്റ് ആയിട്ടിരിക്കും. അപ്പോൾ പുള്ളി ഇടയ്ക്ക് ഇങ്ങനെ നോക്കും. നമ്മളൊക്കെ ചെന്നിരുന്നാൽ നമ്മുടെ പോക്കറ്റിൽ ഫോണിരുന്ന ഫോണിൽ മാത്രം പുള്ളി സൂക്ഷിച്ച് നോക്കും, ഇത് റെക്കോർഡ് ചെയ്യുന്നുണ്ടോ അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും പരിപാടികൾ ചെയ്യുന്നുണ്ടോ. അത് ഭയങ്കര ഇങ്ങനെ സംശയമുള്ള ഒരാളാണ്. അപ്പോൾ സ്വാഭാവികമായിട്ട് അറിയാം, ഇതിൽ വല്ലതും റെക്കോർഡ് ചെയ്യുന്നതെല്ലാം കണ്ടാൽ അപ്പം വിളിക്കും, പുള്ളി തൂക്കിയെടുത്ത് അപ്പുറത്തങ്ങനെ ആറ്റിലങ്ങിടും. അത് ഉറപ്പാണ്, എനിക്ക് ഉറപ്പുള്ള ആളാണ്. കാരണം പുള്ളിയുടെ ഒരു രീതി, എനിക്ക് ഒരു സെറ്റപ്പ് എനിക്ക് നന്നായിട്ട് അറിയാമെന്നുള്ളതാണ്. കാറിലൊക്കെ ഒരുപാട് ഞാൻ യാത്ര ചെയ്തിട്ടുള്ള ആളാണ്. നമ്മൾ പുറത്ത് പലർക്കും അറിയാത്തൊരു സംഭവം. അന്ന് ആ കാലഘട്ടത്ത്, അതായത് ഈ കേസ് നടക്കുന്ന കാലഘട്ടത്ത് ഒരുപാട് മീഡിയകൾ പറഞ്ഞതാണ്, പുള്ളിക്ക് ലയൺസ് എന്ന് പറഞ്ഞൊരു സെറ്റപ്പ് ഉണ്ട്, ഒരു ഗുണ്ടാ സെറ്റപ്പ് ഉണ്ട്. ഈ ലയൺസിലെ ആരാധകരെ ഞാൻ പറയില്ല കേട്ടോ, ഈ ഫാൻസുകാരെ ഞാൻ പറയില്ല. ഒരു പക്ഷേ ഇത് ഈ പറഞ്ഞാൽ കുറച്ച് ബൗൺസേഴ്സ്, ഒരു 10-50 പേരടങ്ങുന്ന
ലയൺസ് എന്ന് പറഞ്ഞൊരു സംഘം തന്നെ പുള്ളിയുടെ കയ്യിലുണ്ട്. ഈ പുള്ളി ആലുവയിൽ നിന്ന് പുള്ളി തിരുവനന്തപുരത്തേക്ക് യാത്ര ചെയ്തിരിക്കുകയാണെങ്കിൽ ഹൈവേയിൽ കയറിയോടെ രണ്ടുപേരോടെ ഒന്ന് സലാം വയ്ക്കും. കാരണം പുള്ളി അങ്ങനെ ജീവിക്കുന്ന ഒരാളാണ്. പുള്ളി അതിലേക്ക് പൈസ കൊടുത്തിട്ട് അങ്ങനെ ജീവിക്കുന്ന ആളാണ് പുള്ളി. അത് കഴിഞ്ഞിട്ട് കളമശ്ശേരി വരുമ്പോൾ രണ്ടുപേര് കയ്യിൽ ഇങ്ങനെ നമ്മൾ ഈ പോലീസ് ഓഫീസേഴ്സ് പോകുമ്പോഴോ ജഡ്ജസ് പോകുമ്പോഴോ ഓരോരുത്തർ ഇങ്ങനെ സലാം വയ്ക്കുന്ന പോലെ അറ്റൻഡ് ചെയ്ത് വിടും പുള്ളി. ഒരു സ്ഥലത്ത് പാലാരിവട്ടത്ത് ഒരാളിനെ അതിൽ കണ്ടില്ലെങ്കിൽ പുള്ളി ഉടനെ അവിടുത്തെ ആളിനെ വിളിക്കും, എന്താ അവിടെ പോടാ എന്ന് ചോദിക്കും. ഈ സെറ്റപ്പിൽ ജീവിക്കുന്ന ആളാണ്. എനിക്ക് നന്നായിട്ട് അറിയാമെന്നുള്ളത്. ഞാൻ ഒരുപാട് തവണ യാത്ര ചെയ്തിട്ടുണ്ട് പേഴ്സണലി അയാളുടെ ആവശ്യങ്ങൾക്ക്. പിന്നെ ടവർ ലൊക്കേഷൻ ഒന്നും പോലീസിനെ പുള്ളി പഠിപ്പിക്കണ്ട, അല്ല പുള്ളിയെ പോലീസ് പഠിപ്പിക്കണ്ട, പോലീസിന് പുള്ളി പറഞ്ഞു കൊടുക്കും. പുള്ളിയുടെ കാറിൽ പുള്ളിയുടെ ഫോൺ ഇട്ടിട്ട് ഈ പറയുന്ന പുണ്ണി എന്ന് പറയുന്നവനും ഈ പറഞ്ഞ കൂടെയുള്ള ഡ്രൈവർമാരും ഫോൺ മാത്രം ഇട്ടിട്ട് കോയമ്പത്തൂർ കൊണ്ടുപോയിട്ട് വരും, തൃശ്ശൂർ പോയിട്ട് വരും. ആ സമയത്ത് ദിലീപേട്ടൻ തിരുവനന്തപുരം വരും. അപ്പോൾ ദിലീപ് നോക്കുമ്പോൾ പോലീസ് അടിക്കുമ്പോൾ ടവർ ലൊക്കേഷൻ പാലക്കാട് ഉണ്ടായിരുന്നു, അത് കഴിഞ്ഞ് അവിടെ ഉണ്ടായിരുന്നു. ഇത് പുള്ളിയുടെ ഒരു രീതിയാണ്, ഇത് വേറെ ആർക്കും അറിയില്ല. പുള്ളി വീട്ടിൽ വെച്ച് ഗണ്ണ് ലോഡ് ചെയ്യുന്ന ഞാൻ കണ്ടിട്ടുണ്ട്. ഞാൻ ആ ഗണ്ണ് കയ്യിലെടുത്തിട്ട് സൈലൻസർ വെച്ചിട്ടുള്ള ആളാണ്. പുള്ളി ഇല്ല എന്ന് പറയട്ടെ, പുള്ളിയുടെ കയ്യിലുണ്ട്. അപ്പോൾ എനിക്ക് ഭയമുണ്ട്, കാരണം നമ്മൾ എന്തെങ്കിലും ചെയ്യുന്നത് കണ്ടാൽ പുള്ളി അവിടെ നിന്ന് കൊടുക്കുന്ന കമാൻഡുകളും കാര്യങ്ങളും, പുള്ളി അങ്ങനെ ഒരു സാത്വികൻ്റെ വേഷം കെട്ടിയിട്ട് ജീവിക്കുന്ന ഒരാളാണ്. അപ്പോൾ എനിക്കതിൻ്റെ ഭയമുള്ളത് കൊണ്ട് ഞാനത് വളരെ സൂക്ഷിച്ചാണ് റെക്കോർഡ് ചെയ്തത്. എന്തായാലും ബൈജുമായിട്ടുള്ള സംഭാഷണമൊക്കെ നടന്നുകൊണ്ടിരിക്കുന്നതിനിടയിൽ പുള്ളി ഭ്രാന്തളയിൽ കുറേ പേരെ വിളിക്കുകയാണ്. അപ്പോൾ അതിൽ വിളിക്കുന്ന ഒരു കോളിങ്ങിനാണ്, ഓൺ സൈഡ് സ്പീച്ച് നമുക്ക് കേൾക്കാൻ പറ്റില്ലല്ലോ. സാഗർ ഫിലിപ്പച്ചനെ കാണാൻ പോയോ എന്ന് ചോദിക്കുന്നുണ്ട്. കണ്ടോ എന്ന്. ഈ സാഗർ എന്ന് പറയുന്ന ആള് പ്രോസിക്യൂഷന്റെ സാക്ഷിയായിരുന്നു എന്നുള്ളത് ഞാൻ പിന്നീടാണ് അറിയുന്നത്, 1 മണിക്കൂർ കഴിഞ്ഞ് അറിയുന്നത്. അപ്പോൾ സാഗർ എന്ന് പറഞ്ഞൊരു വ്യക്തി, ഫിലിപ്പ് എന്ന് പറയുന്ന പുള്ളിയുടെ അഡ്വക്കേറ്റിന്റെ പേരാണ് ഫിലിപ്പ് ടി വർഗീസ്, പുള്ളിയുടെ പേഴ്സണൽ അഡ്വക്കേറ്റാണ്, പുള്ളിയുടെ കേസുകൾ കൈകാര്യം ചെയ്യുന്ന ആളാണ്. അപ്പോൾ സാഗർ ഫിലിപ്പച്ചാനെ കാണാൻ പോയി. അപ്പോൾ സാഗർ എന്ന് പറയുന്ന ആൾ ഫിലിപ്പച്ചാൻ ഒരിക്കലും കാണാൻ പാടില്ലല്ലോ, പ്രോസിക്യൂഷന്റെ സാക്ഷിയായിട്ടിരുന്ന ആളാണ്. പ്രോസിക്യൂഷന്റെ സാക്ഷിയായിരുന്നതിന് ശേഷം അയാൾ തിരിഞ്ഞ് മൊഴി കൊടുത്ത ആളാണ്. അതായത് സാക്ഷിയെ അവർ സ്വാധീനിച്ചിട്ട് മൊഴി മാറ്റി എന്നുള്ളൊരു വിഷയം പോലീസിന്റെ കേസ് കിടക്കുകയാണ്. ആ സമയത്താണ് ഈ സംഭവം നടക്കുന്നത്. ആ സമയത്താണ് ഈ സാഗർ ഈ അഡ്വക്കേറ്റിനെ കാണാൻ പോയിരിക്കുന്നത്. അത് പോയത് നേരത്തെ എമൗണ്ട് കൊടുത്തിട്ടുണ്ടായിരുന്നു ഇവർ. നേരത്തെ ദിലീപേട്ടൻ ജയിലിൽ കിടക്കുന്ന സമയത്താണെന്ന് തോന്നുന്നു ഈ പ്രോസിക്യൂഷന്റെ സാക്ഷിയായ സാഗറിനെ ഇവരുടെ വീട്ടിൽ സുനീർ എന്ന് പറഞ്ഞൊരു കക്ഷിയുണ്ട്. ഈ സുനീർ വഴി അവന്റെ മനസ്സ് മാറ്റിയെടുത്തിട്ട് മൊഴി മാറ്റി പറയിപ്പിച്ചു. അങ്ങനെയാണ് ജാമ്യം കിട്ടിയതെന്ന് ഞാൻ ഇപ്പോഴും വിശ്വസിക്കുന്നുണ്ട്. കാരണം പൾസർ സുനിയായിട്ട് ഒരുമിച്ച് കണ്ടുവന്ന മൊഴിയെ പോലീസിന് ആദ്യം കൊടുത്തിട്ട് മാറ്റി പറയിപ്പിച്ചു. 164 അയാൾ പിന്നെ കൊടുത്തു. അപ്പോൾ കൊടുത്തതിന് എമൗണ്ടുകൾ ഫിക്സ് ചെയ്തിരുന്നു. ആ എമൗണ്ട് വാങ്ങിയിട്ട് വീണ്ടും ഒരു തുക ഞാനത് പരാതിയിൽ പറയുന്നുണ്ട്, അത് വേണമെന്ന് പറഞ്ഞ് ദിലീപിന്റെ അഡ്വക്കേറ്റിനെ കാണാൻ പോയ ദിവസം ആ ടെൻഷനാണ് പുള്ളി ആ കിടന്നടിച്ച്. ആ വോയിസ് ക്ലിപ്പ് ഞാൻ തരാം. അതായത് സാഗർ ഫിലിപ്പച്ചനെ കാണാൻ പോയോ എന്ന് പുള്ളി ചോദിക്കുന്ന സംഭവം തരാം. പുള്ളി അങ്ങനെ പോകാൻ പാടില്ല അങ്ങനെ. അപ്പോൾ ഇതാണ് ടെൻഷൻ നടന്നുകൊണ്ട് നിന്നത്. അതിനിടയ്ക്ക് അനൂപും സുരാജും ഒക്കെ അവിടെ, സുരാജ് എന്ന് പറയുന്നത് പുള്ളിയുടെ അനിയത്തിയുടെ ഭർത്താവാണ്, സൗരയുടെ ഭർത്താവാണ്, സവിതയുടെ ഭർത്താവാണ്, വന്നു ഫയർ ചെയ്തു. കാരണം ഒരു കാര്യം നിങ്ങൾക്ക് പുള്ളി ജയിലിൽ കിടക്കുന്ന സമയത്താണെന്ന് തോന്നുന്നു ഈ ഇടപാടുകൾ നടന്നത്, ഇവരാണ് നടത്തിയെന്ന് തോന്നുന്നു. അപ്പോൾ ഒരു കാര്യം നിങ്ങൾക്ക് കൃത്യമായിട്ട് ചെയ്യാൻ കഴിഞ്ഞാൽ നിങ്ങൾ ചെയ്യരുത്. അപ്പോൾ അതിൻ്റെ പേരിൽ അങ്ങോട്ടും ഇങ്ങോട്ടും അനിയനും ചേട്ടനും തമ്മിൽ വാഗ്വാദങ്ങളാകുന്നു. ഒരു വോയിസ് ക്ലിപ്പിൽ ഇവർ തമ്മിൽ പിണങ്ങുന്നുണ്ട്. പിണങ്ങി കഴിയുമ്പം ഒരു വോയിസ് ക്ലിപ്പിൽ അനൂപ് 2 പ്രാവശ്യം 2 സ്ഥലത്ത് പറയുന്നുണ്ട് ദിലീപ് കുറ്റം ചെയ്തിട്ടുണ്ട്. അതായത് അതുകൊണ്ടൊക്കെയാണല്ലോ ഈ കിടന്ന് അനുഭവിക്കുന്നതെന്ന അർത്ഥത്തിൽ. ദിലീപ് കുറ്റം ചെയ്തിട്ടുണ്ടെന്ന് പറയുമ്പം മറ്റു കൂടെ ഇരുന്ന ഒരാൾ പറയുന്നുണ്ട്, ഇനി ചെയ്തിട്ടുണ്ടെങ്കിൽ തന്നെ 10-85 ദിവസം ജയിലിൽ കിടന്നില്ലേ, തീർന്നില്ലേ എന്നൊക്കെ പറയുന്ന ഓഡിയോ ക്ലിപ്സ് ഉണ്ട്. നിങ്ങളത് സസൂക്ഷ്മം നിരീക്ഷിച്ചാൽ നിങ്ങൾക്ക് മനസ്സിലാവും. എന്തായാലും ഈ സംഭവങ്ങൾ നടക്കുന്നതിനിടയിൽ പിന്നെ ഈ കേസിനെ കുറിച്ച് ചർച്ചയായി. ഈ സാഗർ എന്ന സാക്ഷിയെ സ്വാധീനിച്ചത് പോലീസുകാർ അറിഞ്ഞു, അതിൻ്റെ അന്വേഷണം നടക്കുന്നു, അതിൻ്റെ ടെൻഷനെ കുറിച്ച് അവർ ചർച്ച ചെയ്യുന്നു. ഇതിനിടയിൽ ദിലീപേട്ടൻ ഇങ്ങനെ, അതായത് പുള്ളി ഒരു മൂഡിൽ പറയുന്നൊരു സംഭവമുണ്ട്. അതായത് 1.5 കോടി രൂപ ഞാൻ പുഷ്പം പോലെ കൊടുത്തേനെ. അതിനിടയ്ക്ക് മറ്റവൻ ഈ ലെറ്ററൊക്കെ എഴുതി വെച്ചല്ലോ പൾസർ സുനി, 1.5 കോടി രൂപ ഞാൻ പുഷ്പം പോലെ കൊടുത്തേനെ. ആ വോയിസ് ക്ലിപ്പിൽ തന്നെ ക്രോസ് ചെയ്തിട്ട് അനൂപ് പറയുന്നുണ്ട് ദിലീപ് കുറ്റം ചെയ്തിട്ടുണ്ട് എന്ന് പറയുന്നുണ്ട് അവർ. അപ്പോൾ ഇതൊക്കെ വീണ് കിട്ടുന്ന ഓഡിയോ ക്ലിപ്സാണ്. പക്ഷേ കണ്ടിന്യൂസ് ആയിട്ട് റെക്കോർഡ് ചെയ്താൽ വിഷയങ്ങളുണ്ടാകും. അതുകൊണ്ട് പല സമയത്തും അതെൻ്റെ ഒരു മനസ്സായിരിക്കാം. കുറ്റം ചെയ്തു എന്ന് തോന്നിയപ്പോൾ, നാളെ ഞാനും ഒക്കെ പെടുമെന്ന് തോന്നിയപ്പോൾ എനിക്ക് തോന്നിയൊരു തോന്നലായിരിക്കാമത്. അതുപോലെ തന്നെ ഈ ദിലീപേട്ടൻ്റെ അനിയത്തിയുടെ ഭർത്താവ് അതിൽ പറയുന്നൊരു സംഭവമുണ്ട്. ഈ പൾസർ സുനിയെ കുറിച്ച് പറയുന്നതാണ്. ഈ കടവരാന്തിയിലും വീടിൻ്റെ ടെറസിന് മുകളിലും പാറമടയിലും ഒക്കെ കിടന്നവനെ ഈ കാശ് വേണമെങ്കിൽ എവിടെയെങ്കിലും ഒന്നും വാങ്ങിച്ചുകൊണ്ട് വെക്കൂടെ അയാൾ പറയുന്നൊരു വളരെ ലാഘവത്തോടെയാണ്. ഈ 1.5 കോടി രൂപക്കാരൻ ഇപ്പം എന്തായി, ഇപ്പം ആരിയ്ക്കുന്നു. അതായത് ഈ കാശ് കൊടുക്കുന്നതിന് മുമ്പ് തന്നെ ഇവൻ ഈ കത്തെഴുതി അങ്ങോട്ട് കളഞ്ഞു, കത്തെഴുതി വിടുന്നു, നാദർഷയെ കോൺടാക്ട് ചെയ്യുന്നു. ഇവർ കാശ് കൊടുക്കാൻ റെഡിയായിരുന്നു. ദിലീപേട്ട അതിൽ പറയുന്നുണ്ട്. ദിലീപേട്ട അതിൽ അഹങ്കാരത്തോടെ പറയുന്ന ഒരു സംഭവമുണ്ട്. ദിലീപ് ഒരു ക്രൈം ചെയ്താൽ കണ്ടുപിടിക്കാൻ ബുദ്ധിമുട്ടാണ്.
എന്ന്. അപ്പോൾ അയാളുടെ മനസ്സതിൽ നിന്ന് കൃത്യമായിട്ട് അറിയാം. ഇങ്ങനെ കുറേ സംഭവങ്ങൾ വീണ് കിട്ടുന്നു. ഇതിനിടയിൽ ബൈജു എന്ന് പറയുന്ന സുഹൃത്ത് എപ്പോഴോ എന്തോ അത്യാവശ്യം പറഞ്ഞു പോയി ഈ നടക്കുന്നുണ്ടല്ലോ. കാവ്യ ആക്ച്വലി ആ സമയത്ത് വീട്ടിലില്ലായിരുന്നു. ഈവനിങ് ഇപ്പോൾ രാത്രിയായി, കാരണം ഇതൊക്കെ ഉച്ച കഴിഞ്ഞ് നമ്മൾ ഫുഡൊക്കെ കഴിഞ്ഞ് ഏകദേശം രാത്രിയോടെ എടുക്കുമ്പോഴാണ് ഇദ്ദേഹം ആരെയോ ഒരാളിനെ ഇങ്ങനെ വെയിറ്റ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇടയ്ക്കിടയ്ക്ക് ഫോൺ ചെയ്ത് ചോദിക്കുന്നുണ്ട് എവിടെ എത്തി. അപ്പോൾ പറയുന്നുണ്ട് ഞാൻ 1.5 മണിക്കൂറോടെ എടുക്കാം. ആ 1.5 മണിക്കൂർ എടുക്കും ഇനി, കാരണം പുള്ളിക്ക് ടെൻഷനിലിരിക്കുകയാണ്, എന്തോ ഒരു വിഷയം നടക്കാൻ പോവുകയാണ്. അപ്പോൾ ഒന്നുകിൽ തൃശ്ശൂരിൽ നിന്ന് വരുന്ന ആളോ അല്ലെങ്കിൽ ആലപ്പുഴയിൽ നിന്ന് വരുന്ന ആളോ അവർ ഡിസ്റ്റൻസ് ഇട്ട് പറഞ്ഞെന്ന് തോന്നുന്നു, അതല്ലെങ്കിൽ എവിടെയെങ്കിലും വെയിറ്റ് ചെയ്യുന്ന ആളായിരിക്കാം. അപ്പം അങ്ങനെ ആ ആള് ഈ പറഞ്ഞതുപോലെ ഈവനിങ് ആയപ്പോൾ ഏകദേശം രാത്രിയായപ്പോൾ ഇയാൾ അവിടെ എത്തിയ സമയത്ത് ഞാൻ ഇപ്പോഴും ഓർക്കുന്നുണ്ട്, കാവ്യ ഇക്ക എന്ന് വിളിച്ചാണ് അകത്തേക്ക് കയറ്റിയത്. അപ്പോൾ ഇക്ക എന്ന് വിളിച്ച് അകത്ത് കയറി ഇയാൾ നേരെ വന്ന് എൻ്റെ അടുത്തായിരിക്കുന്നത്. ഇയാൾ വന്ന് എൻ്റെ അടുത്തിരുന്നു. ഇവർ തമ്മിൽ ഈ കേസിൻ്റെ വിഷയം സംസാരിക്കുന്നു. അന്നത്തെ ടെൻഷനെ കുറിച്ച് സംസാരിക്കുന്നുണ്ട്. അന്ന് സംസാരിക്കുന്ന കൂട്ടത്തിൽ അയാൾ പറയുന്ന വാചകത്തിൽ നിന്ന് മനസ്സിലായി അയാൾ അന്വേഷണ ഉദ്യോഗസ്ഥയായ ഒരു സ്ത്രീയെ കണ്ടിട്ടാണ് വരുന്നത്. അത് അയാൾ പറയുന്നുണ്ട്. ഓഡിയോ ക്ലിപ്പിൽ അത് പിന്നെ പെമ്പറന്നോത്തി എന്നാണോ പെണ്ണുമ്പിള്ള എന്നുള്ളൊരു വാക്ക് ഉപയോഗിച്ച് അയാൾ പറയുന്നുണ്ട്. അപ്പോൾ ഈ സാക്ഷിയെ സ്വാധീനിച്ച് മൊഴി മാറ്റി, പ്രോസിക്യൂഷൻ്റെ സാക്ഷിയെ സ്വാധീനിച്ച് മൊഴി മാറ്റിയത് പോലീസ് തിരിച്ചറിഞ്ഞ് അന്വേഷണം തുടങ്ങിയപ്പോൾ ഇദ്ദേഹം ഈ വന്ന ആൾ, ഇദ്ദേഹത്തിൻ്റെ പേരെനിക്കറിയില്ല, കാരണം ഇയാൾ ചീത്ത പറഞ്ഞിട്ട് ഇൻഷാള്ള എന്ന് പറയുന്നുണ്ട്. കാവ്യ പിന്നെ ഇക്ക എന്ന് വിളിച്ചാണ് കയറ്റി വിട്ടത്. അപ്പോൾ സ്വാഭാവികമായിട്ടൊരു ഇസ്ലാം മത വിശ്വാസിയാണെന്ന് ഞാൻ വിശ്വസിക്കുന്നുണ്ട്. എൻ്റെ അടുത്താണ് വന്നിരുന്നത്. അപ്പോൾ അയാളൊരു എനിക്ക് തോന്നുന്നു ഹോട്ടലിൻ്റെ ഒക്കെ ഓണറാണെന്ന് വർത്തമാനത്തിൽ നിന്ന് ഞാൻ മനസ്സിലാക്കുന്നുണ്ട്. കാരണം ഇവർ ഡെയിലി പരിചയമുള്ളതുകൊണ്ട് പേരെടുത്ത് വിളിക്കേണ്ട കാര്യമില്ലല്ലോ. ഞാൻ അയാളെ അന്നാണ് കാണുന്നത്. പക്ഷെ അയാൾ ഈ പറയാണ് ഈ റിയ എന്ന് പറഞ്ഞൊരു പെൺകുട്ടിയുടെ, അപ്പോൾ ഈ കേസ് ഭയങ്കര ടെൻഷനിലേക്കാണ്. ജാമ്യം റദ്ദ് ചെയ്യപ്പെടും. പ്രോസിക്യൂഷൻ്റെ സാക്ഷിയെ സ്വാധീനിച്ചെന്ന് പറഞ്ഞാൽ അതിൽ ജാമ്യത്തിൻ്റെ കണ്ടീഷനിൽ 4ാമത്തെ ക്ലോസ് അതാണ്. പ്രോസിക്യൂഷൻ്റെ സാക്ഷിയെ സ്വാധീനിച്ചാൽ ജാമ്യം റദ്ദ് എന്ന് പറഞ്ഞിട്ടുണ്ട്. ആ ടെൻഷനുണ്ട്. അനൂപ് പറയുന്ന ഒരു വോയിസ് ക്ലിപ്പിൽ കിടപ്പുണ്ട്. ഇനിയിപ്പം സാക്ഷിയെ സ്വാധീനിച്ചെന്ന് പറഞ്ഞ് ജാമ്യം റദ്ദ് ചെയ്യുമോ എന്ന് ദിലീപിൻ്റെ അനിയൻ ഭയങ്കര ഭയപ്പാടോടെ ചോദിക്കുന്നുണ്ട്. എന്തുകൊണ്ടോ ആ ഓഡിയോ ക്ലിപ്പ് എൻ്റെ കയ്യിൽ ഇരിപ്പുണ്ട്. അപ്പോൾ സാക്ഷി സ്വാധീനിച്ചെന്ന് പറയുന്നുണ്ട്. അപ്പോൾ ദിലീപ് അനൂപിനോട് ചൂടായി ചോദിക്കുമ്പോൾ അന്ന് എന്താണ് നടന്നത്, അതായത് സുനീർ എന്ന് പറയുന്ന പുള്ളിയുടെ വീട്ടിലെ ഡ്രൈവർക്കും ആളിനാളായിട്ടുള്ള ഒരു കക്ഷി വഴിയാണ് ഈ സാഗർ എന്ന കക്ഷിയെ സ്വാധീനിച്ചത്. അപ്പോൾ സ്വാധീനിച്ചപ്പോൾ അവൻ മൊഴിമാറ്റി പറയിപ്പിച്ചപ്പോൾ ഈ മൊഴിമാറ്റി പറയാൻ വേണ്ടി സാഗർ പോകുന്നതിൻ്റെ അന്ന് ഈ ദിലീപേട്ടൻ്റെ ആളായ സുനീർ 9 തവണ സെൽഫോണിൽ അവനെ വിളിച്ചു മൊഴി കൊടുക്കാൻ പോകുന്ന ഉറപ്പുവരുത്താൻ. ഇത് പോലീസ് കണ്ടെത്തിയിട്ട് പോലീസ് ചോദ്യം ചെയ്യുകയാണ് അവരെ. അപ്പോൾ ആ ടെൻഷനായിപ്പോയി. അപ്പോൾ ദിലീപ് ചോദിക്കുന്നുണ്ട് എന്താണ് സംഭവം യഥാർത്ഥത്തിൽ, കാരണം ദിലീപേട്ടൻ അറിയില്ല ഇത് എങ്ങനെയൊക്കെയാണ് ഈ പ്രോസസ്സ് ഉള്ളത്. അപ്പോൾ അനൂപ് പറയുന്നുണ്ട് ഈ സുനീർ വഴി ഈ സാഗറിനെ നമ്മുടെ സ്വിഫ്റ്റ് കാറിൽ ആലപ്പുഴ കൊണ്ടുപോയി മൈൻഡ് മാറ്റിയിട്ട് കൊണ്ടുവന്നു എന്നുള്ള കാര്യം. കാരണം ദിലീപേട്ടൻ ഇതിൻ്റെ പ്രോസസ്സ് ചോദിക്കില്ലല്ലോ. ഇവർ ചോദിക്കുമ്പോൾ പൈസ എടുത്തുകൊണ്ട് പോകും, നിങ്ങളുടെ ഇഷ്ടത്തിന് ചെയ്തു. ഇതവിടെ പറയുന്നുണ്ട്, ഈ വിഷയങ്ങളൊക്കെ പറയുന്നുണ്ട്. അപ്പോൾ ഈ വന്ന വ്യക്തി ഈ സാഗർ എന്ന കക്ഷിയെ സ്വാധീനിച്ച വിഷയം പറഞ്ഞുകൊണ്ട് ആ വിഷയങ്ങളാണ് കൂടുതൽ സംസാരിക്കുന്നത്. പേടിക്കൊന്നും വേണ്ട. പെമ്പറന്നോത്തിയോട് ഞാൻ പറഞ്ഞു, അത് ആഡിയോ കേൾക്കുമ്പോൾ അറിയാം, ഞാൻ പറഞ്ഞതാണ് ഈ കേസിൻ്റെ പുറകെ ഇനി പോണ്ടാന്ന്. അയാൾ ഈ അന്വേഷണ ഉദ്യോഗസ്ഥയോട് പറഞ്ഞിട്ടാണ് വന്നിരിക്കുന്നത് എന്ന് പറഞ്ഞാൽ അന്വേഷണ ഉദ്യോഗസ്ഥ ഒരു വനിതാ ഉദ്യോഗസ്ഥ ഒരാളെ ഉണ്ടായിരുന്നുള്ളതാണ് എൻ്റെയൊക്കെ വിശ്വാസം, മറ്റുള്ളവരുടെയും വിശ്വാസം. അപ്പോൾ അങ്ങനെ പറയുന്നുണ്ട് അയാൾ തന്നെ പറയുന്നുണ്ട് ഈ 5 പോലീസ് ഉദ്യോഗസ്ഥരെയും എനിക്ക് മിനിസ്റ്ററുടെ മുമ്പ് വെച്ച് എനിക്കൊന്ന് തെറി പറഞ്ഞാലേ സമാധാനം വരും എന്ന് പറയുന്നുണ്ട്. അപ്പോൾ സ്വാഭാവികമായിട്ടും ഇയാളൊരു VIP അല്ലെങ്കിൽ ഒരു VIP പരിഗണനയുള്ള ആളാണ്. ഒരു അന്വേഷണ ഉദ്യോഗസ്ഥയെ സ്വാധീനിച്ചിരിക്കുന്നു, സ്വാധീനം എന്നല്ല എൻ്റെ വാക്ക്, അവരോട് സംസാരിച്ചിരിക്കുന്ന കേസ് എങ്ങനെ അന്വേഷിക്കണം, സാഗറിനെ ഇനി അതിൻ്റെ പറയുന്നത് പോണ്ട എന്ന് പറഞ്ഞിട്ട് ഇയാൾ പറയാണ് നിങ്ങൾ ഇനി ഒന്നും ചെയ്യണ്ട എന്ന്. അപ്പോൾ സ്വാഭാവികമായിട്ട് മിനിസ്റ്റർ മുമ്പ് വെച്ച് ചീത്ത വിളിക്കണമെന്ന് പറയുന്ന ഈ അന്വേഷണ ഉദ്യോഗസ്ഥരെ. അപ്പോൾ സ്വാഭാവികമായിട്ട് എനിക്ക് അയാളെ പേരറിയില്ല, അതുകൊണ്ടാണ് ഒരു VIP എന്ന് പറഞ്ഞൊരു വാക്ക് ഞാൻ ആ പരാതിയിലിട്ടിരുന്നത്. ഒരു VIP അയാളെ ഇൻ്റർനെറ്റിലൊക്കെ പരതിയിട്ട് അങ്ങനെ ഒരു ഫേസ് എനിക്ക് കിട്ടിയിട്ടില്ല. പക്ഷേ എനിക്ക് എന്നെ സംബന്ധിച്ച് ഇത്രയും കോൺടാക്ട്സ് ഉള്ള ഒരാൾ VIP എന്നുള്ളതുകൊണ്ടാണ് VIP എന്നുള്ളൊരു വാക്ക് ഞാൻ ഉപയോഗിച്ച് പരാതിയിൽ അങ്ങനെ പറയുന്നത്. അപ്പോൾ അവിടെ വെച്ച് ഒരുപാട് കാര്യങ്ങൾ, അതായത് ആ സംസാരിക്കുന്ന കാര്യങ്ങൾ ജയിലിൽ കിടക്കുന്നവർക്ക് അടി കൊടുക്കണമെന്ന് പറയുന്നു തിരിച്ചറിയാനുടൻ. അങ്ങനെ ഒരു അന്വേഷണ ഉദ്യോഗസ്ഥനെ സുദർശൻ്റെ കൈ വെട്ടണമെന്ന് ദിലീപേട്ടൻ പറയുന്നത് ഞാൻ കേട്ടുകൊണ്ടിരുന്നതാണ്. കാരണം ദിലീപേട്ടൻ എന്തോ നടന്നു പോയപ്പോൾ സുദർശൻ എന്ന് പറഞ്ഞ ഒരാൾ ഉണ്ടായിരുന്നല്ലോ എന്ന് പോലും എനിക്കറിയില്ല. ദിലീപേട്ടൻ എന്തോ ആലുവ പോലീസ് ക്ലബ്ബിലോ എവിടെ നടന്നു പോയപ്പോൾ വെറുതെ ഒന്ന് കൈ ഇങ്ങനെ വെച്ചു വന്നു, അവൻ്റെ കൈയെ വെട്ടണമെന്ന് ദിലീപേട്ടൻ പറയുന്നുണ്ട്. അന്വേഷണ ഉദ്യോഗസ്ഥർ നിങ്ങൾ 5 പേരും കണ്ടോ, വരട്ടെ, തരാം, ഈ സംഭവങ്ങളാണ് അവരൊക്കെ പ്ലാൻ ചെയ്യണം. ഞാനിപ്പോഴും വിശ്വസിക്കുന്നു പൾസർ സുനി ജയിലിൽ കിടന്നുകൊണ്ടാണ് അയാളുടെ ജീവൻ ഇപ്പം നിൽക്കുന്നത്. അയാൾ ജയിലിൽ കിടന്നുകൊണ്ടാണ്. അയാളെ ജാമ്യത്തിലിറക്കി ഇവർ തന്നെ കൊല്ലുമായിരുന്നു. നമ്മൾ എത്രയോ കേസുകൾ ജാമ്യത്തിലിറങ്ങിയ പ്രതി തൂങ്ങി മരിച്ച നിലയിൽ കണ്ടെത്തിയെന്നൊക്കെ നമ്മൾ കാണുന്നു. അയാൾ രക്ഷപ്പെട്ടത് അയാൾ ജയിലിൽ കിടക്കുന്നതുകൊണ്ടാണ് ഇപ്പോഴും ഞാൻ വിശ്വസിക്കുന്നുണ്ട്. ഈ പറഞ്ഞ പ്രതികൾ പൾസർ സുനി ഇറങ്ങുമ്പം അവരെ ഉപദ്രവിക്കുമെന്ന് പറയുന്നത് ഈ VIP എന്ന് ഞാൻ പറഞ്ഞ ആൾ, വന്ന ആൾ, അത് അയാൾ VIP ആവട്ടെ എന്താവട്ടെ, അയാൾ പറയുന്നതൊക്കെ ഞാൻ കേട്ടുകൊണ്ടിരുന്നതാണ്. ഓഡിയോ ക്ലിപ്പിൽ അതുള്ളതാണ്.
അപ്പോൾ ഇതിനിടയിൽ ഈ സംഭവങ്ങൾ കഴിഞ്ഞപ്പോൾ സുജാ കാർത്തികയാണെന്ന് തോന്നുന്നു അവരുടെ സഹോദരൻ്റെ കല്യാണത്തിന് വിളിക്കാൻ വേണ്ടി അവിടെ വന്നു. അതുകൊണ്ടാണല്ലോ ആ ഡേറ്റുകൾ നമ്മൾ മറക്കാത്തത്. കല്യാണത്തിന് വിളിക്കാൻ വേണ്ടി അപ്പോൾ ദിലീപേട്ട സ്വാഭാവികമായിട്ട് അങ്ങോട്ട് പോയി. കാവ്യമായിട്ട് അവിടെ കൂടി ചർച്ചകളൊക്കെ ആയി അങ്ങനെ പോയി. അപ്പോഴത്തേക്ക് ഇവിടെ ഒരു ഗ്യാപ്പ് വന്നു. നമ്മളിരിക്കുന്ന സ്ഥലത്ത് ഓരോരുത്തരും അവരവരുടെ ജോലികളിൽ മുഴുകി. ഞാനും സൈലൻ്റ് ആയിട്ടിരുന്നു. അദ്ദേഹത്തിൻ്റെ ഫോൺ വിളികളും കാര്യങ്ങളുമായിട്ട്. പിന്നെ ഈ പറഞ്ഞ പോലെ സുരാജ് എന്ന് പറയുന്നതിൻ്റെ അളിയൻ, ഈ അനൂപിൻ്റെ ഭാര്യയുടെ സഹോദരൻ അപ്പു എന്ന് പറയുന്ന ഒരാൾ അവിടെയുണ്ട്. ഇവരൊക്കെ ഈ വീട്ടിൽ അന്നേ ദിവസം സമ്മേളിച്ചതിൻ്റെ കാര്യമാണ് ഇനി ഞാൻ പറയാൻ പോകുന്നത്. അപ്പോൾ ഇവരെല്ലാം ഉണ്ട്. അപ്പോൾ ദിലീപേട്ട ഒരു ഏകദേശം 1 അരമണിക്കൂർ സമയമെടുത്താണ് തിരിച്ചു വന്നത്. തിരിച്ചു വന്നപ്പോൾ ഇദ്ദേഹത്തിന് പോകാൻ സമയമായി. അദ്ദേഹത്തിന് രാവിലെ 5 മണിക്കുള്ള ഫ്ലൈറ്റിന് എവിടെ പോകണമെന്ന് പറയുന്നുണ്ട്. ഈ വന്ന വ്യക്തി ആരെന്നറിയില്ല. അപ്പോൾ അദ്ദേഹം ഇങ്ങനെ ഒന്ന് എണീറ്റിട്ട് ഞാൻ എടുക്കട്ടെ എന്ന് ചോദിച്ചു. അപ്പോൾ ദിലീപേട്ടൻ കൊണ്ടുപോകാം എന്ന് പറഞ്ഞു. അപ്പോൾ അയാൾ തന്നെ പറഞ്ഞു എനിക്ക് വെളുപ്പിന് പോയേണ്ടതാണ്, അപ്പോൾ എടുക്കട്ടെ എന്ന് ചോദിച്ചു. അപ്പോൾ അയാൾ എന്നെ ഒന്ന് നോക്കി. ആദ്യം എൻ്റെ അടുത്ത് ഇരുന്ന ആളാണ്. അയാൾ എന്നെ ഒന്ന് സൂക്ഷിച്ച് നോക്കിയപ്പോൾ ദിലീപേട്ടൻ പറഞ്ഞു ഇത് ബാലു. അത് കുഴപ്പമില്ല, ബാലുഭായി നമ്മുടെ ആളാണ് എന്ന് പറഞ്ഞിട്ട് അത് കുഴപ്പമില്ല എടുത്തിട്ടോ എന്ന് പറഞ്ഞു. കാരണം എന്നെ കൂടെ എന്തോ വിഷയത്തിലൊന്ന് കൂട്ടണം എന്ന് തോന്നി. പുള്ളി വെളിയിൽ പോയിട്ട് പുള്ളി തന്നെ പോയി. പുള്ളിയുടെ കൂടെ എനിക്ക് തോന്നുന്നു ശരത്ത് എന്ന് പറഞ്ഞ ഒരാൾ കൂടെ വന്നിട്ടുണ്ട്. അയാൾ പുറത്ത് നിന്നു. കാരണം അത് വന്നപ്പോൾ സംസാരിച്ചതിൽ നിന്ന് ഞാൻ മനസ്സിലാക്കിയതാണ് ശരത്ത്. കാരണം ഈ സുരാജിൻ്റെ മകൻ പറയുന്ന കേട്ടു ശരത്തെങ്കിൽ വന്നിരിക്കുന്നു എന്ന്. പക്ഷേ ആ ശരത്ത് എന്ന് പറയുന്ന ആളകത്ത് വന്നില്ല. ഇനി ഇദ്ദേഹത്തിൻ്റെ പേരാണോ ശരത്തും എന്ന് എനിക്കറിയില്ല. കാരണം അതിൻ്റെ ഒരു ഓഡിയോ ആ ഒരു ബാക്ക് ഡ്രോപ്പിൽ കിടപ്പുണ്ട്, എൻ്റെ കയ്യിൽ ഇരിപ്പുണ്ട്. ആ ഓഡിയോയിൽ സത്യ ആര് വന്നെന്ന് നോക്കേ എന്ന് ഇയാൾ ചോദിക്കുന്നുണ്ട്. ഈ സുരാജ് എന്ന വ്യക്തി, സുരാജിൻ്റെ മകൻ്റെ പേരാണ് സത്യ. അത് ശരത്തെങ്കിൽ എന്ന് പറയുന്നത്. പക്ഷേ ശരത്തെന്ന ആളല്ല ഇവിടെ വന്നിരുന്നത് എന്ന് എനിക്ക് തോന്നുന്നു. അയാൾ പുറത്ത് നിന്നിരിക്കാം. ഇനി ശരത്താണോ എന്നും എനിക്കറിയില്ല. ഈ ശബ്ദത്തിൻ്റെ ഉടമ ശരത്താണോ എന്നറിയില്ല. എന്തായാലും പുറത്ത് പോയി പുള്ളി ഒരു ടാബ് കൊണ്ടുവന്നു. ഓപ്പോസിറ്റ് സൈഡിലുള്ള സോഫയിലിരുന്നു. അപ്പോൾ ഏകദേശം എല്ലാവരും അതിൽ ദിലീപേട്ട അടുത്തിരിക്കുന്നു. മറ്റുള്ളവരെല്ലാം അവിടെ 17. യെസ്, അത്യാവശ്യം ലെങ്തി ആയി. ഇത് പഴയ ഇയാളുടെ ബാലേന്ദ്രകുമാറിൻ്റെ പഴയൊരു ഓഡിയോ കേട്ടോ. ഇത് ഞാൻ പഴയതാണെന്ന് പറഞ്ഞിട്ട് തന്നെയാണ് നിങ്ങളെ കാണിച്ചിട്ടുള്ളത്. ഇപ്പം അതിൻ്റെ പേരിൽ ആരും പറയാൻ നിൽക്കണ്ട, പഴയ ഓഡിയോ വിട്ടു എന്നുള്ള പേരിൽ. എന്തായാലും ഒരുപാട് മിസ്സിങ് ലിങ്ക്സ് ഉള്ളൊരു കേസ് അല്ലേ. ഇതിനൊക്കെ വല്ല അന്ത്യം ഉണ്ടാവുമെന്ന് വെച്ചാൽ വലിയ പ്രതീക്ഷയൊന്നുമില്ല. പിന്നെ ഈ പറഞ്ഞ പോലെ ന്യായീകരിക്കാനും വഴിതിരിച്ച് വിടാനും ഒരുപാട് പേരുണ്ട്. ഇപ്പോഴും പറയുന്നു ഇനിയിപ്പോൾ ഇത്രയൊക്കെ ആയി കഴിഞ്ഞിട്ടും ദിലീപ് ഇതിൽ കുറ്റക്കാരനല്ല എന്നുള്ള വിചാരിക്കാൻ. അപ്പോൾ അത് ആരാന്ന് കണ്ടുപിടിക്കാനുള്ള ശരിക്കും അത് കണ്ടുപിടിക്കേണ്ടത് ദിലീപിൻ്റെയും കൂടി ആവശ്യമാണല്ലോ അല്ലേ. എന്താണ് ഈ ഒരു വിഷയത്തെക്കുറിച്ച് നിങ്ങളുടെ അഭിപ്രായം കമൻറ്റ് ചെയ്യൂ. നമുക്ക് അടുത്തൊരു വീഡിയോയിൽ കാണാം. ടേക്ക് കെയർ ആൻഡ് ഗോഡ് ബ്ലെസ്. ബൈ.